നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച തുടങ്ങുമ്പോൾ ഇന്ന് സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികകളുടെ ചൂടിലാണ് കേരളം. ഒടുവിൽ 23-ാം മണിക്കൂറിൽ തർക്കങ്ങൾക്ക് ഒടുവിൽ പട്ടിക പുറത്തിറക്കിയതിൻ്റെ എല്ലാ തലവേദനയും നേരിടുന്ന കോൺഗ്രസിനെയാണ് ഇന്നും കണ്ടത്. തർക്കങ്ങൾ, നിരാശകൾ, പൊട്ടിത്തെറി, കാലുവാരൽ, വിമത പ്രശ്നം എല്ലാം കളം നിറഞ്ഞു നിൽക്കുമ്പോഴും ഏകോപനം നടത്താൻ ആരാണ് എന്നറിയാതെ കുഴങ്ങുന്നുണ്ടോ UDF? എന്ത് സംഭവിച്ചാലും അതൊക്കെ രാഷ്ട്രീയ തന്ത്രമോ വിസ്മയമോ ആണെന്ന് സമർത്ഥിച്ച് മുന്നോട്ട് പോകുകയാണ് VD സതീശനും സംഘവും. LDF ആകട്ടെ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം ഉയർത്തി മുന്നേറുന്നു. ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ആരൊക്കെയുണ്ട്, വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുന്നവർക്ക് മുന്നിൽ 10 വർഷം ഭരിച്ച സർക്കാരിൻ്റെ വികസന ക്ഷേമ പരിപാടികളുടെ വിളംബരം അല്ലാതെ, പിണറായി വിജയൻ്റെ നേതൃത്വ ശബ്ദം അല്ലാതെ മറ്റാരുണ്ട്, മറ്റെന്തുണ്ട് എന്ന് പറയാൻ പ്രതിപക്ഷത്തിന് ഉണ്ടോ? അത് കോൺഗ്രസിൻ്റെ തന്ത്രപ്പിഴയായിട്ട് കാണണോ? പുതുയുഗ യാത്ര കഴിഞ്ഞിട്ടും തെരഞ്ഞെടുപ്പ് കളം സർക്കാരിനെ നയിക്കുന്ന മുന്നണിയുടെ കയ്യിൽ നിന്ന് ഇപ്പുറത്തെത്തിക്കാൻ ആകാത്ത പ്രതിപക്ഷം ഭരണം സ്വപ്നം കാണുന്നതിൽ എന്താണർത്ഥം? കോൺഗ്രസ് നയിക്കുന്ന UDF ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണോ, അതോ സ്വന്തം പാർട്ടിയിൽ ഉണ്ടായ കലഹങ്ങളിൽ തളരുകയാണോ? മറ്റാരുണ്ട് എന്ന LDF ചോദ്യത്തിന് ഓരോ ദിവസവും ഉത്തരം കൊടുക്കാനാകാതെ UDF എന്താണ് ചെയ്യുന്നത്? ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ ആരൊക്കെ എന്നാണ്, എന്തൊക്കെയാണ് വിഷയങ്ങൾ എന്നാണ് ന്യൂസ് ആൻഡ് വ്യൂസ് അന്വേഷിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് ഡോക്ടർ എ സമ്പത്ത്, കോൺഗ്രസ് സഹയാത്രികനായ മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ജേക്കബ് ജോർജ് എന്നിവർ. ഏറ്റവും ആദ്യം N ശ്രീകുമാർ, താങ്കളോടാണ് ചോദ്യം. വിമത ഭീഷണിയുണ്ട്, പലയിടത്തും വിമത സ്ഥാനാർത്ഥികളെ നിർത്താൻ പോകുന്നു എന്ന് ഇപ്പോഴും യൂത്ത് കോൺഗ്രസിൻ്റെയും ജില്ലാ കോൺഗ്രസ് ഭാരവാഹികളുമൊക്കെ, പ്രാദേശിക കോൺഗ്രസ് ഭാരവാഹികളൊക്കെ പറയുന്നുണ്ട്. ചിലയിടത്ത് വിമതർ നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് കരുനാഗപ്പള്ളി പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ നാമനിർദ്ദേശ പത്രിക നൽകിയതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കോൺഗ്രസ്സിന് പതിവ് കോൺഗ്രസിൽ നിന്ന് വ്യത്യാസമായിരിക്കും ഇപ്പോഴും കോൺഗ്രസ്, ഇത്തവണ കോൺഗ്രസ് UDF, ടീം UDF എന്നൊക്കെ പറഞ്ഞ് പല പുതുമയും ഉണ്ട് ഇത്തവണ എന്നൊക്കെ പറയുമ്പോഴും എന്ത് മാറ്റമുണ്ടായി? എന്താണ് എടുത്തു പറയാനുള്ള മാറ്റം? ജനങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ? നോക്കൂ ഡോക്ടർ ലാലെ, ചില സാങ്കേതിക തടസ്സം കൊണ്ട് താങ്കൾ ആദ്യം ചോദിച്ചത് ഞാൻ കേട്ടില്ല, അവസാനം പറഞ്ഞാൽ മാത്രമേ കേട്ടുള്ളൂ. എന്തായാലും താങ്കളുടെ ചോദ്യം കുറേ കാലമായിട്ട് നമ്മൾ തമ്മിൽ ചർച്ച ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഊഹിച്ചെടുക്കുകയാണ്. ടീം UDF അധികാരത്തിലേക്ക് എന്നൊരു തോന്നൽ എന്തുകൊണ്ടാണ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വലുതായിട്ടൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കുറച്ചു കാലം മുമ്പ്, ഒരു 3-4 മാസം മുമ്പ് നമ്മൾ ചർച്ച ചെയ്തപ്പോൾ വിസ്മയത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഡോക്ടർ ലാല് എന്ത് വിസ്മയം, അങ്ങ് ബീഹാറിലേക്ക് നോക്കൂ എന്നൊക്കെ പറഞ്ഞ ഓർമ്മയുണ്ടോ? പക്ഷേ ഒരു 5-6 വിസ്മയം എന്ന് പറഞ്ഞാൽ പോരാ, എന്താ പറയുക, അത്തരം വിസ്മയത്തിന് ഞാൻ പ്രത്യേകിച്ച് എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നില്ല. സുധാകരനിൽ തുടങ്ങി KT ഗോവിന്ദൻ മാഷിൽ എത്തി നിൽക്കുന്ന ആ വിസ്മയങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ ടീം UDFൻ്റെ ഒരു വിജയം തന്നെയാണ്. കാരണം ടീം UDF എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ 10 വർഷം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെൻറ്റിനെതിരെയുള്ള ജനവികാരത്തെ ഏകോപിപ്പിക്കുക എന്നൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ ടീം UDFന്. അതവർ ഏകോപിപ്പിച്ചു. അങ്ങനെ 140 സ്ഥാനാർത്ഥികളുമായിട്ട് UDF ഇന്നും കളത്തിലാണ്. പക്ഷേ LDFന് എനിക്ക് തോന്നുന്നു ഈ സന്ധ്യയ്ക്ക് വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇപ്പോഴും 140 തികഞ്ഞിട്ടില്ല. ഇന്നലെ 135 ആയിരുന്നു, ഇന്ന് രാവിലെ 136-137 ആയി, വൈകിട്ട് 138 140 തികച്ചോ എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, കാരണം ഞാനിപ്പോൾ വേറൊരു ചാനലിലായിരുന്നു. എന്തായാലും 140 തികഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. BJP ഇന്ന് തികച്ചിട്ടുണ്ട്. അപ്പോൾ 140 വൈകി, UDFൻ്റെ സീറ്റ് വൈകി, അടി പിടി എന്നൊക്കെ പറഞ്ഞിട്ട് 140 സീറ്റുമായിട്ട് ഇന്നലെ തന്നെ UDF രംഗത്തിറങ്ങി. അപ്പോൾ LDF പിന്നാക്കമാണ്. അത് പക്ഷേ ഭരിക്കുന്ന പാർട്ടി ആയതുകൊണ്ടുള്ള അവരുടെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ നഷ്ടബോധമായിരിക്കാം. അത് 2 കാര്യമുണ്ട്. ഒന്ന്, സാധാരണത്തിൽ നമ്മുടെ കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തം ഇത്തവണ കണ്ടില്ല. എന്താണെന്നറിയുമോ?
ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ നാമനിർദ്ദേശ പത്രിക കൊടുത്തു കഴിഞ്ഞാൽ ആ പത്രിക കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വാർത്താലേഖകർ അവരോട് ചോദിക്കും, പത്രിക കൊടുത്തിട്ടിറങ്ങുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു ചിന്ത ഈ രാഷ്ട്രീയത്തെക്കുറിച്ച്. അപ്പോൾ അവർ പറയും കൃത്യമായിട്ട്, നമ്മുടെ മുഖ്യമന്ത്രി വാർത്താലേഖകരെ കാണാതെ പോയി, പിന്നീട് അദ്ദേഹത്തെ കണ്ടത് ഓരോ ചാനലിലും അഭിമുഖമാണ്. എന്ന് വെച്ചാൽ മുഖാമുഖം. ഈ മുഖാമുഖത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അവിടെ ചോദ്യം ചോദിക്കുന്ന ഒരു പരിമിതിയുണ്ട്. കാരണം രണ്ടുപേരും ഒപ്പം ഇരിക്കുകയാണ്. അതിലൊരാൾ ബഹുമാനിതനായ ഒരു രാഷ്ട്രീയ നേതാവ് ഇരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നതിൽ രൂക്ഷമായ പ്രതികരണം ആവശ്യമായ ചോദ്യം ചോദിക്കുന്നതിൽ പരിമിതിയുണ്ട്. ആദ്യത്തെ ദിവസം ആ പരിമിതിയിൽ ചിലരൊക്കെ പെട്ടുപോയി. പക്ഷേ ഇന്ന് 1-2 ചാനലുകൾ അത് കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു ഉത്തരം വളരെ മോശമായൊരു ഉത്തരമായിരുന്നു ജി സുധാകരനെക്കുറിച്ച്. ഞാൻ അദ്ദേഹം ഉപയോഗിച്ച വിശേഷണം ചെറ്റത്തരമെന്നാണ് സുധാകരനെക്കുറിച്ച് പറഞ്ഞത്. അത് ഒരിക്കലും കേരള മുഖ്യമന്ത്രിയായ പോളിറ്റ് ബ്യൂറോ അംഗത്തിൽ നിന്ന് വരാൻ പാടില്ല. കാരണം ജി സുധാകരൻ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വരെ CPM-ൻ്റെ സമുന്നത നേതാവെന്ന് വാഴ്ത്തിയവരാണ് അവർ. അപ്പോൾ അദ്ദേഹം പാർട്ടി വിടുമ്പോൾ അദ്ദേഹം വർഗവഞ്ചകനായി, അങ്ങനെ ഒരുപാട് വർഗവഞ്ചകമായി ഈ പാർട്ടി. 3 മിനിറ്റ് താങ്കൾ എടുത്തിരിക്കുന്നു. അപ്പം ഇത്രയും നേരം താങ്കൾ സംസാരിച്ചതിനകത്ത് നിന്ന് ഒരു ചെറ്റത്തരം എന്നൊരു വാക്ക് പാർട്ടിയെ വഞ്ചിച്ചു എന്ന് പറയാൻ പറ്റില്ല, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയി പാർട്ടി മെമ്പർഷിപ്പ് ഒന്നും എടുക്കാത്ത ഒരാൾ പക്ഷേ പാർട്ടിക്കെതിരായി UDF-നൊപ്പം നിന്ന് മത്സരിക്കുന്നത് കാണുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു പോയതിലെ മലയാളം തർജ്ജമ നോക്കി ആ വാക്കിൻ്റെ അർത്ഥമൊക്കെ എടുത്തു കഴിഞ്ഞാൽ താങ്കൾ പറയുന്ന അത്രയും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടോ എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്. പക്ഷേ ആ വാക്ക് അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ വേറൊന്നും അതിനെ വിശേഷിപ്പിക്കാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ താങ്കൾ പറഞ്ഞ 1-2 കാര്യങ്ങൾ, ഈ പറഞ്ഞ വിസ്മയങ്ങൾ ഉണ്ടായി എന്ന് പറയുമ്പോൾ ആ 4 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാത്തതിലുള്ള ഒരു ആശ്വാസമാണ് കോൺഗ്രസിൽ കണ്ടത് ഒന്ന്. പക്ഷേ അതിനുശേഷം അതേ മണ്ഡലങ്ങളിൽ നിന്ന് ഇപ്പോൾ കേൾക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ഈ തളിപ്പറമ്പിൽ ഇപ്പോൾ വിമതനാണ്. അവിടുത്തെ ജില്ലാ കോൺഗ്രസ് ഭാരവാഹി തന്നെ അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞ് മാധ്യമങ്ങളോട് പലതവണ പറഞ്ഞു കഴിഞ്ഞു. കൈപ്പത്ത് ചിഹ്നത്തിൽ TK ഗോവിന്ദൻ മത്സരിച്ചില്ലെങ്കിൽ ഞങ്ങളവിടെ മത്സരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രശ്നം അവിടെ ഇപ്പോഴും നിൽക്കുന്നു. ഈ 140 തികഞ്ഞിട്ടില്ല എന്ന് താങ്കൾ എവിടെ നിന്നാണ് കണ്ടതെന്ന് എനിക്കറിയില്ല. LDF 140 സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചതായിട്ടാണ് ഞങ്ങളുടെ മുമ്പിലുള്ള ലിസ്റ്റ്. മുഖ്യമന്ത്രി എല്ലാ ചാനലുകളിലും ഞാൻ കണ്ടത് ഏഷ്യാനെറ്റ്, അതുപോലെ ബിഗ് TV, ഇന്ന് മനോരമ, താങ്കൾ അതിലായിരിക്കും ഈ പറഞ്ഞ അഭിമുഖം കണ്ടത്. പിന്നെ ഇപ്പോൾ വൈകുന്നേരം മീഡിയ വണ്ണിലും അദ്ദേഹം അഭിമുഖം നടത്തുന്നതായി കാണുന്നു. മനോരമ ആഞ്ഞു ശ്രമിച്ചു കേട്ടോ, അത് ചെറിയ ആളൊന്നും അല്ലല്ലോ അതിനകത്ത് അഭിമുഖം നടത്തിയത്. താങ്കൾ അത് വല്ലാതെ കണ്ടിട്ടും ഈ പറഞ്ഞൊരു വാക്ക് മാത്രമേ ഇത്ര നേരമായിട്ട് ചുരണ്ടി എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമുക്ക് അതിനകത്ത് വല്ലാതെ ഗവേഷണം നടത്തിയാൽ പോലും ഒരു കാര്യം പോലും മുഖ്യമന്ത്രി പറഞ്ഞതിൽ നിന്ന് ജനങ്ങൾക്ക് മുമ്പാകെ വിമർശന വിധേയമായി വയ്ക്കാൻ ഈ അഭിമുഖങ്ങളിലൊന്നും ഇല്ല എന്നും മനോരമയുടെ അഭിമുഖം നടത്തിയ ആൾ തന്നെ ഏറ്റവും അവസാനം വല്ലാതെ കോംപ്ലിമെൻ്റായി എന്തുകൊണ്ടാണ് ഇത്രയധികം ആലോചിച്ച് ഇതെങ്ങനെയാണ് ഈ മുഖ്യമന്ത്രിക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിന് ഉത്തരമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവസാനിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. അതാണ് കേരളത്തിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ നായകന് ഇപ്പോൾ നൽകാൻ സാധിച്ചിട്ടുള്ള പ്രതികരണമൊക്കെ. ഇപ്പുറത്ത് അതുപോലെ ഒരു നായകൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതും അത്തരം അഭിമുഖങ്ങൾ അദ്ദേഹത്തിന് എന്തുകൊണ്ട് മാധ്യമങ്ങളിൽ നിന്ന് ഇതുപോലെ കിട്ടുന്നില്ല എന്നും താങ്കൾക്കത് കാത്തിരുന്ന് നോക്കി വിമർശിക്കാൻ എന്തെങ്കിലും എടുക്കാനുണ്ടോ എന്നുള്ളതും കൂടി ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ്. അതിനും കൂടെ ഉത്തരം തന്നാൽ ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകാം. സർ, ഒന്നാമത്തെ കാര്യം, പ്രതിപക്ഷ നേതാവിനെ ഇന്നലെ തന്നെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞു ഏഷ്യാനെറ്റിൽ. ആ ഇൻ്റർവ്യൂവിലാണ് പാലക്കാട്ടെ BJP CPM രഹസ്യ ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം ആക്ഷേപം ഉന്നയിച്ചത്. അപ്പോൾ താങ്കൾ ആ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ടാവും, അല്ലാതായിരിക്കും. BD സതീശൻ എന്തിനാ ഇൻ്റർവ്യൂ, എന്തിനാ? എന്നും പത്രലേഖകർ അദ്ദേഹത്തെ പോയി കാണുകയല്ലേ, ഓരോ മണിക്കൂർ കൂടുമ്പോഴും കാണുകയാണ്. നമ്മുടെ മുഖ്യമന്ത്രി ജി സുധാകരൻ്റെ പ്രശ്നം ഉണ്ടായ ശേഷം, KT ഗോവിന്ദൻ മാസ്റ്റർ പ്രശ്നം ഉണ്ടായ ശേഷം നമ്മുടെ മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. പാർട്ടി അണികൾക്ക് എന്തെങ്കിലും അറിയണ്ടേ കേരളത്തിലെ? മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല. എന്താ മുഖ്യമന്ത്രി പത്രലേഖയിൽ നിന്ന് എന്തെങ്കിലും ഒളിച്ചു നടക്കുന്നത്? എന്താ? അതൊരു ചോദ്യമാണ്, കേരളത്തിലെ പത്രലേഖകരുടെ മുമ്പിൽ ചോദ്യമാണ്, പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ചോദ്യമാണ്. അതിന് അദ്ദേഹം ഉത്തരം പറയട്ടെ. പിന്നെ ഇന്നത്തെ മനോരമയുടെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് താങ്കൾ പറഞ്ഞു, അതിൽ അദ്ദേഹം ഒരു കോംപ്ലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ്സിന്. അത് ശ്രദ്ധിക്കണം, അത് ലാൽ ശ്രദ്ധിച്ചില്ല. അതായത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനത്തെ കെ സുധാകരൻ അനുസരിച്ചു ഹൈക്കമാൻഡ് തീരുമാനത്തെ. അതുപോലെ CPM ഒരു തീരുമാനം എടുത്തിട്ട് എന്തുകൊണ്ടാണ്
ജി സുധാകരനെ അനുനയിപ്പിക്കാൻ പറ്റാതിരുന്നത് എന്നുള്ള ഒരൊറ്റ കുറിക്കുകൊള്ളുന്നൊരു ചോദ്യം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. ആ ചോദ്യം ചെന്ന് വീഴുന്ന ഗോവിന്ദൻ മാഷിന്റെ മുഖത്തേക്കാണ്. ആയതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അങ്ങ് പറയുന്നതിന്റെ കൂട്ടത്തിലുള്ള ഒരു ഉപചോദ്യം ആയതുകൊണ്ടാണ് ഞാനൊന്ന് ഇടപെട്ട് പറയുന്നത്. താങ്കൾ പറഞ്ഞത് കൃത്യമാണ്. മുഖ്യമന്ത്രി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എടുത്തൊരു തീരുമാനത്തെ അംഗീകരിച്ച കെ സുധാകരനെ അഭിനന്ദിക്കുന്നത് മനോരമയുടെ അഭിമുഖത്തിൽ ഞാനും കണ്ടു. പക്ഷെ മറ്റൊരു കാര്യം, ഞാൻ അതിനു മുമ്പ് വന്നൊരു അഭിമുഖത്തിലെ ക്ലിപ്പ് ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കുകയാണ്. കെ സുധാകരൻ എന്താണ് 2 മാധ്യമങ്ങൾക്ക് അഭിമുഖം കൊടുത്തു. കെ സുധാകരൻ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, കേരളത്തിൽ LDF വീണ്ടും വരില്ല, തുടർ ഭരണം ഉണ്ടാകില്ല എന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാനാകില്ല. എനിക്ക് വീണ്ടും UDF അധികാരത്തിലേക്ക് വരുമോ എന്ന് ഉറപ്പിച്ച് പറയാനാകില്ല. VD സതീശൻ 100 സീറ്റൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. എനിക്കത് പറയാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. അതിനും കൂടി താങ്കളുടെ അഭിപ്രായം പറയണം. അതൊരു നല്ല ചോദ്യമാണ്. കാരണം അത് പലർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയ ഒരു കാര്യമാണ് താങ്കളിപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഇന്നത്തെ ഈ മനോരമയിലത്തെ അഭിമുഖത്തിൽ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അതിന് ശേഷം നാളെ സതീശൻ്റെ അഭിമുഖം ചാനലുകൾക്ക് വേണ്ടെങ്കിൽ എടുക്കണ്ട. കാരണം ചാനലുകൾ കൊണ്ട് അല്ലല്ലോ നമ്മുടെ തദ്ദേശ ഇലക്ഷൻ VD സതീശൻ്റെ നേതൃത്വത്തിൽ ജയിച്ചത്. തൂത്തുവാരിയില്ലേ 6 കോർപ്പറേഷനിൽ 5 എണ്ണവും 4 എണ്ണവും തൂത്തുവാരിയില്ലേ കോൺഗ്രസ്. 1 BJP കൊണ്ടുപോയി. CPM-ന് ഭൂരിപക്ഷം ഒരിടത്തും കിട്ടിയില്ല. കോഴിക്കോട് പക്ഷേ ഭരിക്കുന്നു. ക്ഷണിക്കുന്നു. അങ്ങ് ശുപാർശ ചെയ്ത് വരാൻ തയ്യാറാണെങ്കിൽ കൈരളിക്ക് മുമ്പിൽ, ചോദ്യങ്ങൾക്ക് മുമ്പിൽ അദ്ദേഹം ഉത്തരം പറയാൻ എങ്ങനെയാണ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എന്നുള്ള നമ്മൾ കാണാറുണ്ടല്ലോ. അഭിമുഖം നടത്താൻ അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ ഇരിക്കാം നമുക്ക്. അല്ല ഡോക്ടർ, അയ്യോ അതെന്തൊരു ചോദ്യം ഡോക്ടർ ലാലേ. നിങ്ങൾ അദ്ദേഹത്തെ സമീപിക്കൂ. പ്രതിപക്ഷ നേതാവിൻ്റെ അഭിമുഖം ഞാനത് അതിൻ്റെ PRO വല്ലതും ആയിരുന്നെങ്കിൽ ഞാൻ പറയായിരുന്നു. ഇപ്പം ഞാനതല്ല. നിങ്ങൾ സമീപിക്കുക, സതീശനോട് ചോദിക്കുക, ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ വേണമെന്ന് പറയുക. അപ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ എടുത്തോളൂ. സതീശന് ഉത്തരം പറയാൻ ബുദ്ധിമുട്ടില്ല. എന്താ കാരണം എന്നറിയാമോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. പ്രതിപക്ഷ നേതാക്കൾക്ക്, ഏത് പ്രതിപക്ഷ നേതാക്കൾക്ക് ആയാലും, അതിപ്പോൾ LDF തിരിച്ച് UDF അങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെയും പ്രതിപക്ഷ നേതാക്കൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അത്രയും കാര്യങ്ങൾ പറയാൻ ഭരണപക്ഷത്തുള്ള ആരായാലും പറ്റില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ മുഖ്യമന്ത്രിക്ക് ഒട്ടും പറ്റില്ല. അല്ലെങ്കിൽ അദ്ദേഹം ഈ അഭിമുഖം മാത്രം നടത്തി പോകേണ്ട കാര്യമില്ല. രൂക്ഷമായ ചോദ്യങ്ങൾ ചോദിക്കുന്ന മാധ്യമങ്ങൾക്കാണ് അദ്ദേഹം ഇതുവരെയും അഭിമുഖം നൽകിയത്. മുഖ്യമന്ത്രി VD സതീശൻ അതുപോലെ തന്നെ ആ മാന്യത കാണിച്ച് ഉത്തരം പറയാൻ ഉണ്ടോ എന്നുള്ളതാണ്. അദ്ദേഹം ഇതുവരെ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം ഈ ലിസ്റ്റ് വൈകിയതിൻ്റെ പേരിൽ എന്തൊക്കെയാണ് മാധ്യമങ്ങൾ അദ്ദേഹം കുറ്റപ്പെടുത്തിയെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൂടാതെ കൈരളിയോ ദേശാഭിമാനിയോ ചോദ്യം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നതും പ്രതികരിക്കുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതുമാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചത്. എന്താ അല്ല, അത് നിങ്ങൾ അഭിമുഖത്തിൽ സമീപിക്കൂ. മറ്റുള്ളതൊക്കെ നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അതുപോട്ടെ. അപ്പോൾ ഈ താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്. അതായത് ഈ കെ സുധാകരൻ്റെ വിഷയത്തിൽ താങ്കൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് ഞാനത് വിട്ടുപോയി. പക്ഷേ അത് ഓർമ്മിച്ച് പറയുകയാണ്. കെ സുധാകരൻ പറഞ്ഞത് എന്താ? അദ്ദേഹത്തോടെ മനോരമയുടെ ഇൻ്റർവ്യൂവിൽ ചോദിച്ചു, അടുത്ത 3-ാം വട്ടം LDF വരുമോ എന്ന് ചോദിച്ചു. സുധാകരൻ പറഞ്ഞു വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വരില്ല എന്ന് പറഞ്ഞ് ഉറപ്പിച്ച് പറയാമെന്ന് ചോദിച്ചു. ഉറപ്പിച്ച് പറയാൻ എൻ്റെ കയ്യിൽ അതിന് വേണ്ട മെറ്റീരിയൽ ഇല്ല എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? കാരണം ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വിധിയെക്കുറിച്ച് വരില്ല എന്ന് ഉറപ്പിച്ച് ആരെങ്കിലും പറയോ? ഇവിടെ ഇരിക്കുന്ന CPM-ന്റെ സീറ്റിനപ്പുറം കിട്ടി ഞങ്ങൾ അധികാരത്തിൽ വന്നിരിക്കും, എല്ലാം തീരാൻ പോകുന്നു അദ്ദേഹം പറയും. ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി വെറുതെ പറയുന്നതാണെങ്കിൽ കൂടി, ഇങ്ങനെ വെറുതെ പറയുമല്ലോ പ്രതിപക്ഷ നേതാക്കൾ, അതായത് ഞങ്ങൾ തന്നെ വീണ്ടും അധികാരത്തിലേക്ക് വരുമെന്ന് പറയുമല്ലോ. അത്തരം ഒരു പറച്ചിലിന് പോലും എന്തൊക്കെ പറഞ്ഞ് പുതിയ പാർട്ടി പോലെ ഉണ്ടാക്കി വരാൻ പോകുന്നു എന്ന് ഒരു മാനേജ് ചെയ്ത് മീഡിയകളെ കൊണ്ട് പറയിച്ച അദ്ദേഹത്തിന് ഇങ്ങനെ പറയാൻ സാധിക്കാത്തത് അറിവില്ലായ്മ കൊണ്ടാണെന്നാണോ താങ്കൾ കരുതിയത്? കെ സുധാകരൻ താങ്കൾക്ക് അറിയാത്തത് കൊണ്ടാണ്. ഇന്ന് അദ്ദേഹം ആ TO മോഹനൻ്റെ കൺവെൻഷനിൽ പോയിട്ട്, TO മോഹൻ അപ്പുറത്തിരിക്കുകയാണ്, കണ്ണൂരിലെ സ്ഥാനാർത്ഥി. അദ്ദേഹം 2 മിനിറ്റ് എങ്ങാണ്ടാണ് പ്രസംഗിച്ചത്. TO മോഹനെ കുറിച്ച് ഒരു വാക്കും പറഞ്ഞില്ല. പ്രസംഗം നിർത്തി ഇറങ്ങിയപ്പോൾ അവരെല്ലാം കൂടെ നിർബന്ധിച്ചാണ് വീണ്ടും TO മോഹന് വേണ്ടി വോട്ട് ചോദിച്ചത്. അതും കൂടി താങ്കൾ കൊണ്ടുവരികയാണ്. നോക്കൂ, സ്ഥാനാർത്ഥികളുടെ പേര് മറക്കുന്നൊന്നും പുതുമയുള്ള കാര്യമല്ല. CPM നേതാക്കൾ എത്ര പേരുടെ പേര് മറന്നിട്ടുള്ള ചരിത്രമൊക്കെ പേര് മറക്കാം സാർ, വോട്ട് ചോദിക്കാൻ മറക്കുമോ? അവിടെ നിൽക്കട്ടെ. അല്ല, അതെന്നെയാണ് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. വോട്ട് ചോദിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ.
ഞാൻ നല്ലൊരു ചർച്ചയായിട്ട് പൊക്കോട്ടത്. അതായത് താങ്കൾ ചോദിച്ച ചോദ്യമുണ്ട്, അതായത് സുധാകരനോട് ചോദിച്ച ചോദ്യമല്ലേ, സുധാകരൻ്റെ ഇൻ്റർവ്യൂ എടുത്ത് നമ്മൾ മനോരമയിലുള്ള ഇൻ്റർവ്യൂ ഇന്ന് യൂട്യൂബിൽ കിടപ്പുണ്ട്. ചോദ്യം ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷ നേതാവ് പറയും നൂറിലധികം സീറ്റെന്ന് പറയും. കാരണം എന്താണ്, അദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട്. അത് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. കെ സുധാകരൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ ഒരു MP ആണ്, പ്രവർത്തക സമിതി അംഗമായ MP. അപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലുള്ള മെറ്റീരിയൽസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. കണ്ണൂരിലെ സീറ്റ് കൊടുത്തില്ലെങ്കിൽ, കണ്ണൂരിൽ സീറ്റ് കിട്ടാൻ വേണ്ടി അദ്ദേഹം ദിവസങ്ങളോളം നോക്കി. കണ്ണൂരിൽ സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് മെറ്റീരിയലൊക്കെ ഉണ്ടായേനെ. പക്ഷേ ഇപ്പം ഞാൻ മത്സരിക്കാത്ത, ഞാൻ അവിടെ എത്താത്ത സ്ഥലത്തേക്ക് ഇനി UDF അത്രയും കിട്ടുമോ എന്ന് സംശയമുണ്ടാക്കുക, സ്ഥാനാർത്ഥികളുടെ പ്രത്യേകിച്ച് കണ്ണൂരിലെ സ്ഥാനാർത്ഥിയുടെ കൺവെൻഷനിൽ പോയി സ്ഥാനാർത്ഥിയുടെ പേര് മറക്കുക, വോട്ട് ചോദിക്കാൻ മറക്കുക, ഇതൊക്കെ സാധാരണമെന്നാണ് താങ്കൾ പറയുന്നത്. ശരി, എന്താണ് ഇന്നത്തെ ദിവസം താങ്കൾക്ക് തോന്നുന്നത് ഈ LDFനെതിരായി പ്രതിപക്ഷം ഉയർത്തിയ വിഷയം? ഇന്ന് പ്രചരണ രംഗത്തൊക്കെ താങ്കൾ ഈ പറയുന്ന വിസ്മയങ്ങളെക്കുറിച്ച് പറയാനല്ലാതെ എന്തെങ്കിലും വിഷയം ഉണ്ടായിരുന്നോ പറയാൻ? നോക്കൂ, കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്താണെന്ന് ഡോക്ടർ ലാലിന് അറിയുമോ? നമ്മൾ ഈ ചർച്ച ചെയ്യുന്നൊന്നും അല്ല. അവരുടെ മനസ്സിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിലെ ആശുപത്രികളിലെ ദുരന്തം 1, പഠിച്ചിട്ടും തൊഴിൽ കിട്ടാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരെ 2, PSC പരീക്ഷ എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റിൽ പെട്ടിട്ടും റാങ്ക് ലിസ്റ്റ് റദ്ദായിട്ട് കഷ്ടപ്പെടുന്ന കുട്ടികളെ ചെറുപ്പക്കാർ 3. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ബന്ധപ്പെടുന്ന ഒരുപാട് നീറുന്ന വിഷയങ്ങൾ, കൊച്ചു കൊച്ചു കാര്യങ്ങൾ. അതുമാത്രമല്ല പോലീസിൻ്റെ ക്രൂരത, നട്ടപ്പകലെ കൊലപാതകങ്ങൾ, ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥ, അതുപോലെ ധൂർത്ത്, അഴിമതി, ഈ മറ്റേ പെൻഷൻ കൃത്യമായി കൊടുക്കാത്തതിൻ്റെ അവസ്ഥ, വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൻ്റെ അവസ്ഥ, ഇതിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതൊക്കെയാണ് അവർ ചർച്ച ചെയ്യുക. നമ്മളാണ് ഈ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത്. വോട്ട് കുത്താൻ പോകുന്ന ജനത്തിന് മുമ്പിൽ ശരി. പക്ഷേ ഇപ്പൊ താങ്കൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ ഡോക്ടർ സമ്പത്തിന്റെ മുമ്പിലേക്ക് ഒന്ന് വെക്കുന്നു. 2016 നമ്മൾ ഈ ചർച്ച ചെയ്യുമ്പോഴും ആശുപത്രി വിഷയമാണ് ഡോക്ടർ സമ്പത്ത്. പക്ഷേ ഇന്നത്തെ ആശുപത്രിയുടെ അവസ്ഥയല്ല അന്ന് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് താങ്കളുടെ മുമ്പിൽ വെക്കുന്നു. തൊഴിലില്ലാത്ത കേരളത്തെക്കുറിച്ച് അന്ന് ചർച്ച ചെയ്തു. ഇന്നത്തെ അതേ അവസ്ഥയാണോ എന്നുള്ളത് താങ്കൾക്ക് ജനങ്ങളുടെ മുമ്പാകെ നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് പറയാം. അതുപോലെ ധൂർത്തിൻ്റെ കാര്യം, അഴിമതിയുടെ കാര്യം, ഇതൊക്കെ 2016 എന്തായിരുന്നു? കടുംവെട്ട്, തീവെട്ടിക്കൊള്ള, ഇതൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞത് VD സതീശനാണ്, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. ഈ പറയുന്ന അഴിമതിയെക്കുറിച്ച് അന്ന് എന്തായിരുന്നു 5 കൊല്ലം 2011 മുതൽ 16 വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതും ഞാൻ താങ്കളുടെ മുമ്പാകെ വെക്കുന്നു. വാഗ്ദാനങ്ങൾ പാലിക്കാത്ത സർക്കാർ എന്നാണ് ഇപ്പോൾ N. ശ്രീകുമാർ ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് വീണ്ടും എടുത്ത് പറയാൻ അദ്ദേഹം ശ്രമിക്കുമ്പോൾ ഇതൊക്കെയാണോ കേരളം ചർച്ച ചെയ്തത്? അദ്ദേഹം പറഞ്ഞു പോയത് മാത്രമാണോ? എന്താണ് ഡോക്ടർ സമ്പത്ത്? ഡോക്ടർ ലാലെ, എന്നെക്കാൾ പ്രായം കൊണ്ടും അനുഭവ സമ്പത്ത് കൊണ്ടും മുമ്പിൽ നിൽക്കുന്ന 2 മുതിർന്ന മാധ്യമപ്രവർത്തകരാണ് നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ ജേക്കബ് ജോർജും അതുപോലെ തന്നെ ശ്രീകുമാർ ചേട്ടനും. ഒരുപക്ഷേ എന്നെക്കാൾ പ്രായം കുറഞ്ഞത് താങ്കൾക്കായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞ അദ്ദേഹം കോൺഗ്രസിൻ്റെ സഹയാത്രികൻ എന്നുള്ളതിനേക്കാൾ ഞാൻ അദ്ദേഹത്തെ കാണാനായി കേൾക്കാനായി ആഗ്രഹിക്കുന്നത് കോൺഗ്രസിൻ്റെ വക്താവ് എന്നുള്ള നിലയിലാണ്. അത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് അങ്ങനെ തീരുമാനിക്കേണ്ടത്. അദ്ദേഹം വളരെ മാന്യമായി ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ ചർച്ചയിൽ പങ്കെടുക്കുന്ന പലരും പറയുന്നതിനേക്കാൾ വ്യക്തമായും സ്ഫുടമായും കോൺഗ്രസിൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു. നല്ലത്. ഞാനിപ്പോൾ ഈ ചർച്ചയിലേക്ക് വരുന്നത് തൊട്ട് മുമ്പ് സഖാവ് പിണറായി വിജയൻ മീഡിയ വണ്ണിന് നൽകിയതായ അഭിമുഖം ഇൻ്റർവ്യൂ അത് കണ്ട് ഏതാണ്ട് അത് പൂർത്തിയാകുമ്പോഴേക്കാണ് ഞാൻ ഇങ്ങോട്ടേക്ക് സ്റ്റുഡിയോയിലേക്ക് ഓടി വന്നത്. എന്തായാലും കേരളത്തിൻ്റെ രാഷ്ട്രീയം ഇരിക്കട്ടെ, ആ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു മാധ്യമത്തെയും അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാനായി മാധ്യമപ്രവർത്തകരുടെ ഒരു പ്രസ് കോൺഫറൻസ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇൻ്റർവ്യൂ എന്നുള്ള നിലയിൽ നമ്മൾ കഴിഞ്ഞ 11 കൊല്ലകാലമായി കാണാറില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചാണ് ഞാനിവിടെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. എന്തായാലും ഭാഗ്യവശാൽ കേരളത്തിൽ അങ്ങനെയല്ല. LDFൻ്റെയോ അല്ല UDFൻ്റെയോ ഗവൺമെൻറ് ആയിക്കൊള്ളട്ടെ, എന്തായാലും ഇത്തരത്തിൽ. പിന്നെ
ഈ മാധ്യമപ്രവർത്തകരാണ് തങ്ങളുടെ കയ്യിൽ മുമ്പാണെങ്കിൽ നമുക്ക് പറയാം ഒരു നോട്ട് പുസ്തകവും പേനയും ഉണ്ട് എന്നുള്ളത് കൊണ്ട്, ഇപ്പോഴാണ് എങ്കിൽ ഈ ക്യാമറയും അത് മൈക്കുമുണ്ട്. ഇതൊന്നുമല്ല എങ്കിൽ ഇങ്ങനെ ഒരു ഈ മൊബൈലുമായിട്ട് അത്തരത്തിൽ വന്നിട്ട് ഒക്കെ ആയി വന്ന ഞങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, അതുകൊണ്ട് എവിടെ വെച്ചും എങ്ങനെയും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴെല്ലാം വർത്തമാനം പറഞ്ഞുകൊള്ളണം എന്ന് ശാഠ്യം പിടിച്ചാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഒരു കാര്യവും നടക്കില്ല. അപ്പം ഞാനൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ തന്നെ ഞാൻ പറയാം, പലപ്പോഴും ഇത്തരത്തിൽ നമ്മൾ ഈ ഓരോ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ നമ്മുടെ സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ, അതിൽ കൃത്യമായി ഇക്കാര്യത്തിൽ സമയത്തെ സംബന്ധിച്ച് കൃത്യനിഷ്ഠ സഖാവ് പിണറായി വിജയനെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലോ CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം എന്നുള്ള നിലയിലോ മാത്രമല്ല, ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് അദ്ദേഹം കാട്ടുന്നതായ കൃത്യനിഷ്ഠയ്ക്കാണ്, ആ സമയനിഷ്ഠയ്ക്കാണ്. ഒരു വ്യക്തി പറയാനുള്ള കാര്യങ്ങൾ അത് സശ്രദ്ധം കേൾക്കുകയും തനിക്ക് പറയേണ്ടത് കൂടുതൽ അദ്ദേഹം കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്, അങ്ങോട്ടേക്ക് സംസാരിക്കുന്നതിനപ്പുറം തന്നെ. ഇവിടെ ശ്രീകുമാർ ചേട്ടൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ, അദ്ദേഹത്തിൻ്റെ അനുഭവസമ്പത്തിനെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ചേട്ടൻ ഓർക്കുന്നുണ്ടാവും, ഇപ്പോൾ നമ്മൾ തെരുവിലിറങ്ങി നടക്കുന്നതിന് എന്തോ ബുദ്ധിമുട്ട് അദ്ദേഹം പറഞ്ഞു. പട്ടാളമിറങ്ങി റോന്ത് ചുറ്റിയിട്ട് ശ്രീകുമാർ ചേട്ട 10 ദിവസം നിങ്ങളും ഞാനും അടക്കമുള്ളവരുടെ കുടുംബാംഗങ്ങൾ റോഡിലിറങ്ങി നടക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു കാലം മറന്നു പോകരുത്. ആരായിരുന്നു ഭരിച്ചത് ചേട്ടനെന്ന് നന്നായിട്ട് ഓർമ്മയുണ്ടാവും ഇല്ലേ? തിരുവനന്തപുരത്ത് അത്തരത്തിൽ ഇവിടെ വെടിവെപ്പടക്കം ഉണ്ടായത് കേരളത്തിലെ 14 ജില്ലകളിലായി 12 പേർ കൊല്ലപ്പെട്ടത് ആരുടെ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് എന്ന് നന്നായി ഓർമ്മയുണ്ടാവും. മാറാട് കലാപം 1ഉം 2ഉം കലാപങ്ങൾ ഉണ്ടാവുകയും ആ കലാപത്തെ തുടർന്ന് കേരളം വിറങ്ങലിച്ചു നിൽക്കുകയും ചെയ്ത സമയത്ത് സായുധ പോലീസിനെ ഇറക്കിയിട്ട് പോലും സമാധാനം സംരക്ഷിക്കാൻ കഴിയാതിരുന്ന കാലത്ത് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ AK ആൻ്റണിക്ക് തൻ്റെ മന്ത്രിസഭയിലുള്ള മറ്റു ചില അംഗങ്ങളെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, അവരെയും കൂട്ടി അവിടേക്ക് പോകാൻ കഴിയാത്ത ദുര്യോഗമുണ്ടായ സമയത്ത് അന്ന് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയനാണ്, ഓർമ്മയുണ്ടല്ലോ, സഖാവ് VKC മുഹമ്മദ് കോയയും ശ്രീമതി ടീച്ചറേയും ഒപ്പം സഖാവ് ഇളമരം കരിമനെയും എല്ലാം കൂട്ടിക്കൊണ്ട് അവിടേക്ക് ചെന്നതും RSSകാരായ പല ആളുകളും വല്ലാതെ അത്തരത്തിൽ അവരുടേതായിട്ടുള്ള കലുഷിതമായ അന്തരീക്ഷം പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമം നടത്തുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞ വാചകമുണ്ട്, ഞങ്ങൾ വന്നത് RSSൻ്റെ ശാഖയിലേക്കല്ല മരണ വീട്ടിലേക്കാണ് ഞങ്ങൾ വന്നത് എന്ന്. അവിടേക്ക് പോകാനായി ധൈര്യം കാട്ടിയ ആ മനുഷ്യനാണ്, ഓർമ്മയുണ്ടല്ലോ, ഈ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ ആദ്യത്തെ വർഗീയ സംഘടന ഉണ്ടായതും തലശ്ശേരി പള്ളി ആക്രമണം ഉണ്ടായതും CPMൻ്റെ ഒരു നേതാവടക്കം കൊല്ലപ്പെട്ടത്, അതിനെ കാവലിരുന്നതിനാണ് കൊല്ലപ്പെട്ടത്, സഖാവ് UK ബാലകൃഷ്ണനെ ഓർമ്മയുണ്ടല്ലോ. അവിടെ ഈ അരിവാളും ചുറ്റുകയും ആലേഖനം ചെയ്ത് ചുവന്ന കൊടിയും പറപ്പിച്ച് ചില കാറുകൾ നിരോധനം ലംഘിച്ചുകൊണ്ടടക്കം ഉച്ചഭാഷണയും അത്തരത്തിൽ അങ്ങനെ പോകുമ്പോൾ സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് സമുദായ മൈത്രിയുടേതായ സന്ദേശം വിളംബരം ചെയ്തു കൊണ്ടുപോയ നേതാക്കളിൽ ഒരാൾ ജീവിച്ചിരിപ്പുണ്ട്, അത് സഖാവ് പിണറായി വിജയൻ തന്നെയാണ്. ഇന്ത്യയുടെ ഭരണഘടനയിലെ 356-ാം വകുപ്പ് ദുരുപയോഗം ചെയ്തുകൊണ്ട് നമ്മുടെ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ കേരളത്തിൽ പിരിച്ചുവിട്ടുകൊണ്ട് ജനാധിപത്യത്തിൻ്റെ ഭ്രൂണഹത്യയ്ക്ക് തുടക്കം കുറിച്ച ഈ നാട്ടിലെ ഓർമ്മയുണ്ടല്ലോ ചേട്ടാ, ഇങ്ങനെ പല ആളുകളും അപ്രത്യക്ഷരാക്കപ്പെട്ടൊരു കാലം. അങ്ങനെ അപ്രത്യക്ഷരാക്കപ്പെട്ടൊരു കാലത്ത് ഇരുട്ടിൻ്റെ നിലവിളികളുണ്ടായ കാലത്തടക്കം അതിനെ അതിജീവിച്ചുകൊണ്ടൊരു മനുഷ്യൻ പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നത്, ഇവിടെ സഖാവ് പിണറായി വിജയനെ പല ആളുകൾക്കും അത്തരത്തിൽ ഭയം ഉള്ളതുകൊണ്ട്, ആ ഭയം എന്നുള്ളത് ഞാൻ പറയുകയാണ്, അത് ഇന്ന് ജീവിച്ചിരിപ്പില്ലാത്തൊരു കോൺഗ്രസ് നേതാവ്, ഈ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെയായിരുന്ന ആ മനുഷ്യൻ തൻ്റെ അടുത്തുള്ള സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. കാരണം ഈ മനുഷ്യൻ കാട്ടുന്നതായിട്ടുള്ള സംഘടനാ പാഠവും അദ്ദേഹത്തിൻ്റെ കൃത്യനിഷ്ഠയും അദ്ദേഹത്തിൻ്റെ കാർക്കശ്യവും എന്നുള്ളത് അതൊരു പുതുമയാണ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഒരു പദത്തെ സംബന്ധിച്ച് ചേട്ടൻ ചില കാര്യങ്ങൾ പറഞ്ഞു. ഇംഗ്ലീഷിൽ മീൻനെസ് എന്നുള്ളത് ഒരു പദമുണ്ട്, പെറ്റിനെസ് എന്നുള്ളൊരു പദമുണ്ട്. അതിൻ്റെ മലയാള പരിഭാഷ മാധ്യമപ്രവർത്തകരാണല്ലോ ശ്രീകുമാറും അതുപോലെ തന്നെ ഇവിടെ ജേക്കബേട്ടനും ഇതിനകത്ത് പങ്കെടുക്കുമ്പോൾ ശ്രീ ജേക്കബ് ജോർജ് ഒന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. അല്ല, ഇന്ത്യ ടുഡേയിലാണല്ലോ പ്രവർത്തിച്ചത് ശ്രീ ജേക്കബ് ജോർജ്. മീൻനെസ് എന്നുള്ളതിൻ്റെ പെറ്റിനെസ് എന്നുള്ളതിന് മലയാള പദപ്രയോഗം എന്താണ്? ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പോരാട്ടമാണ്. LDFും UDFും തമ്മിലുള്ള പോരാട്ടമാണ്. 5 ലക്ഷം കുടുംബങ്ങൾക്ക് ഭവനം നൽകിയ ഒരു സർക്കാരിൻ്റെ പേര് ഇന്ത്യയിൽ നിങ്ങൾ പറയുക. 5 ലക്ഷം കുടുംബങ്ങൾക്ക്, ഭൂമിയില്ലാത്തവർക്ക് ഭൂമി, ഭവനമില്ലാത്തവർക്ക് ഭവനം എന്നുള്ളത്, അത്തരത്തിൽ ഭവനരഹിതരായ ഒരു കുടുംബവും അങ്ങനെ തെരുവിൽ അലയേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് വരരുത് എന്നുള്ളത്. അതിദാരിദ്ര്യമുക്തമാവണം കേരളം എന്നുള്ളത് ഒരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമായി പോകണം. ഇനിയും അത്തരത്തിൽ ഉൾപ്പെടുത്തേണ്ടവരുണ്ട് എങ്കിൽ അവരെല്ലാം അങ്ങനെ ചേർത്ത് പിടിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത്. ഇതായിരുന്നില്ലല്ലോ കേരളം എന്നുള്ളത്. ഞാൻ നിർത്തുന്നതിന് മുമ്പ് ഒരു കാര്യം, നമ്മൾ കുട്ടികളെ സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുകയാണ് അല്ലേ? സ്കൂളിൽ അയച്ച് പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ സ്വകാര്യ സ്കൂളുകളിലൊക്കെ അയച്ച് പഠിപ്പിക്കും.
ഒരു സ്വകാര്യ സ്കൂളിലേക്ക് ഒരു കുട്ടിയെ അയച്ച് പഠിപ്പിക്കുമ്പോൾ ഇന്ന് നഴ്സറി സ്കൂളിലേക്കടക്കം അയച്ച് പഠിപ്പിച്ചാലും ഒരു വർഷത്തിൽ ഏതാണ്ട് എത്രയാണ് വേണ്ടി വരുന്നത്? 25,000 രൂപ, 4,00,000 രൂപയൊന്നും ചിലപ്പോൾ പോരാ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ 10ാം തരം വരെ പഠിക്കുന്ന കുട്ടികളുടേതായിട്ടുള്ള ഫീസിനെ സംബന്ധിച്ച് ഒരു 4 ലക്ഷം കുട്ടികൾക്കാണ് എങ്കിൽ ഇങ്ങനെ 25,000 രൂപ വെച്ച് എത്ര ലക്ഷം രൂപയായി, എത്ര കോടി രൂപയായി? ഇവിടെ സർക്കാർ സ്കൂളിലേക്കാണല്ലോ കൂടുതൽ കുട്ടികൾ വരുന്നത്. പൊതുജനാരോഗ്യ രംഗത്തെ സംബന്ധിച്ച് പോരായ്മകളുണ്ട് എന്നുള്ളത് ശരിയാണ്. പോരായ്മകളുണ്ട്, ഞാൻ സമ്മതിക്കുന്നു. ആ പോരായ്മകൾ പരിഹരിച്ചാണ് മുന്നോട്ട് പോകാൻ. ഞാൻ ഒരു കണക്കിനെ സംബന്ധിച്ച് ഡാറ്റ ഒന്നും വെച്ച് ഇപ്പോൾ ഡാറ്റ ഉണ്ട് എന്ന സമയത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നില്ല. എന്തേ സർക്കാർ ആശുപത്രികളിലേക്ക് കൂടുതൽ ആളുകൾ പോകുന്നു? സർക്കാർ ആശുപത്രികളിൽ മികച്ച സേവനം ലഭ്യമാകുന്നു എന്നുള്ളത് കൊണ്ടും തങ്ങൾക്ക് ശുശ്രൂഷ കിട്ടുമെന്നുള്ളത് കൊണ്ടും ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അവിടേക്ക് പോകുന്നത്. കെട്ടുതാലി പണയം വെച്ചുകൊണ്ട് അത്തരത്തിൽ തൻ്റെ പ്രസവത്തിനായി സ്വകാര്യ ആശുപത്രിയിൽ പോകേണ്ടി വരുന്ന ഗതികേട് ഇന്ന് അമ്മമാർക്കില്ല. അറിയണം, ഇവിടെ ഐ വിൽ ബി കമ്മിങ് ബാക്ക് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറഞ്ഞ് 3 നില ചവിട്ടിക്കയറിപ്പോയ കേരളത്തിൻ്റെ ഒരു പഴയ ഗവർണറുണ്ട്. യൂണിയൻ മന്ത്രിസഭയിൽ അംഗമായിരുന്നു വാജ്പേയി ഗവൺമെൻറ്റിൽ. അദ്ദേഹം കേരളത്തിലെ ഗവർണറായിരുന്നു, ഓർമ്മയുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പേര്. തിരിച്ച് മയ്യപ്പട്ടിയിലടച്ച് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകേണ്ടി വന്ന ഗതികേട്, ആ ഗതികേടിലേക്കല്ല ഇന്ന് കേരളം എന്നുള്ളത്. കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം എന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും മെച്ചപ്പെട്ടതായിട്ട് ഞാൻ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഡൽഹിയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ കീഴിൽ നേരിട്ട് അവരുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ആശുപത്രികൾ ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ളത് കൊണ്ടും അനുഭവമുള്ളത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത്. ആശുപത്രികളുടെ പേരൊന്നും ഞാനിപ്പോൾ എടുത്ത് പറയുന്നില്ല, അവരെ ഞാൻ എന്തെങ്കിലും വിധത്തിൽ ആക്ഷേപിച്ചു എന്ന് വരുത്തേണ്ടതായിട്ടില്ല. ഇവിടെ ഈ പെൻഷൻ നൽകുന്നത് UDF ഏത് കാലത്താണ് കൃത്യമായി പെൻഷൻ നൽകിയത്? ഇവിടെ ഒരു ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 18 മാസക്കാലത്തെ കുടിശ്ശിക വരെ ഉണ്ടായിരുന്നു. പ്രഖ്യാപിക്കുക കൊടുക്കാതിരിക്കുക അങ്ങനെയാണല്ലോ ചെയ്തിരുന്നത്. ഇവിടെ 2,000 രൂപ പെൻഷൻ കിട്ടുന്നു എന്നുള്ളത്, അങ്ങനെ കൊടുക്കുന്നു എന്നുള്ളത് ഒരു തെറ്റാണ് എങ്കിൽ ആ തെറ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഒരു പക്ഷേ നമ്മുടെ നാട്ടിലെ മാതാപിതാക്കൾക്ക്, അപ്പൂപ്പനമ്മൂമ്മമാർക്ക് അവരുടേതായ ബന്ധുമിത്രാദികൾ, ഈ പറയുന്ന മക്കളോ ചെറുമക്കളോ പോലും ഒരു പക്ഷേ അത്തരത്തിൽ നൽകാത്തതായ ഒരു കാര്യം നിങ്ങളെ ഈ നാടിന് വേണം എന്നവർക്ക് തോന്നുന്ന നിലയിലേക്ക് അതൊരു സോഷ്യൽ സെക്യൂരിറ്റി മെഷറിൻ്റെ ഭാഗമാണ്. അത്തരത്തിൽ നൽകുന്നത് ഇന്ത്യയിലെ ഏത് ഗവൺമെൻറ്റാണ് അത്തരത്തിൽ നൽകുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പട്ടയ വിതരണം നടത്തിയ ഒരു സർക്കാർ ഈ കേരളത്തിലെ LDF ഗവൺമെൻറ് 2ാം പിണറായി സർക്കാരാണ്. ഒരു ഭരണ തുടർച്ച അങ്ങനെ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് വല്ലാത്തതായ വെപ്രാളം ഉണ്ടാവുക എന്നുള്ളത്. ഞാൻ നിർത്തുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരെ സംബന്ധിച്ചും ആഗ്രഹങ്ങൾ നല്ലതാണ്. ആഗ്രഹം മൊത്ത് ആർത്തിയാവുകയും അത്യാർത്തിയാവുകയും ചെയ്യുമ്പോഴാണല്ലോ ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില സ്ഥാനങ്ങളിലിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ അവർ പറഞ്ഞതും ഇത് അമ്പ്, വിട്ടുപോയ ശ്വാസം, പറഞ്ഞ വാക്ക് അത് തിരിച്ചെടുക്കാൻ കഴിയാത്തത് തന്നെയാണ്. ഇവിടെ ഗവൺമെൻറ്, LDF ഗവൺമെൻറ്റിൻ്റെ ഒരു ഭരണ തുടർച്ച ഉണ്ടാവേണ്ടത് കേരളത്തിൻ്റെ വികസനത്തിന്, ഈ സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന്, നമ്മുടെ നാടിൻ്റെ സമാധാനത്തിന് അനിവാര്യമായ ഘടകമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് തുടരണം. LDF ഗവൺമെൻറ് തുടരും. പിണറായി വിജയൻ്റേതായ നേതൃത്വത്തിലുള്ള LDFൻ്റെ 3ാം സർക്കാർ അധികാരത്തിൽ വരണം എന്നുള്ളത് ജനങ്ങളോടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥനയാണ്. കാരണം ജനങ്ങളാണ് പരമാധികാരികൾ. ആ ജനങ്ങളുടെ മുമ്പാകെയാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. ഇത്രയും എനിക്ക് പറയാനുള്ളൂ. ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ LDF അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ശ്രമിക്കുന്ന പ്രതിപക്ഷത്തിന് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സ്ഥാനാർത്ഥി പട്ടികയുടെ പേരിലുള്ള പ്രശ്നങ്ങളായിരുന്നു. അവർക്കിവിടെ കേരളത്തിലെത്തി ആ കാര്യങ്ങളിലേക്ക് കടക്കാനായില്ല. അതിൻ്റെ പേരിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങുമ്പോൾ ഇപ്പോൾ വിമതശല്യങ്ങളാണ്. പലയിടത്തും വിമത സ്ഥാനാർത്ഥികളെയും വിമതരായി പുറത്തേക്ക് വരാൻ നിൽക്കുന്നവരെയും സമാധാനിപ്പിക്കാനും അനുനയിപ്പിക്കാനുമുള്ള ശ്രമമാണ്. എന്നാൽ എന്താണ് വിഷയം, ആരൊക്കെയാണ് കളത്തിൽ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുകൊണ്ട് പറയാൻ ശ്രമിച്ച N. ശ്രീകുമാർ ഇവിടെ ചില കാര്യങ്ങൾ ഉയർത്തുകയാണ് വിഷയങ്ങളായി. അത് ആണ് നേരത്തെ കേട്ട ചില കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോഴത്തെ കേരളത്തിൽ ഏത് രീതിയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞ അർത്ഥത്തിൽ തന്നെയാണോ എന്നുള്ളത് ഒരു ഭാഗത്ത്. ഇത് മതിയോ? 10 വർഷം ഭരിച്ച പിണറായി സർക്കാർ വീണ്ടും വരാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു പ്രതിപക്ഷത്തെയാണോ ഇവർ 2 മാസം മുമ്പ് തൊട്ട് ഇങ്ങോട്ട് അവതരിപ്പിക്കാൻ ശ്രമിച്ചത്? അവിടെയാണോ ഇപ്പോൾ നിൽക്കുന്നത്? കേരളത്തിൻ്റെ ശരിയായ പൾസ് താങ്കൾ എങ്ങനെ മനസ്സിലാക്കുന്നു? ലാലെ, എനിക്ക് തോന്നുന്നത് ഇവിടെ പ്രതിപക്ഷത്തിന് ഞങ്ങൾ ഇനി എന്ത് ചെയ്യും, ഞങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട് കേരളത്തിൽ എന്നൊക്കെ ആയിരുന്നു പറയേണ്ടിയിരുന്നതെന്ന് എനിക്ക് അഭിപ്രായമുണ്ട്. ശ്രീകുമാർ
സമ്പത്തിനോട്, ഡോക്ടർ സമ്പത്തിനോട് നമുക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റും, ഞങ്ങൾ രണ്ടുപേരും ഒരു മാധ്യമത്തിൻ്റെ തട്ടകങ്ങളിൽ കഴിഞ്ഞവരാണ്. പത്രപ്രവർത്തക യൂണിയനിലും ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒത്തിരി ഐക്യബോധമൊക്കെയുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. കാരണം അദ്ദേഹം ഗവൺമെൻറ്റിനെ വിമർശിക്കാനാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ മുന്നണിയും അതുതന്നെയാണ് ശ്രമിക്കുന്നത്. അതിനെക്കാട്ടിൽ ഉചിതമാകുമായിരുന്നത് ഇതൊന്നും അല്ലല്ലോ സ്കൂള്, ഞങ്ങൾ കാണിക്കണം എന്നൊക്കെ പറയാം. പക്ഷേ പഴയ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അത് കാര്യം പറയും. എനിക്ക് തോന്നുന്നു ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു സംഭാവന കാണണമെങ്കിൽ വയനാട്ടിലേക്ക് പോയാൽ മതി. വയനാട്ടിലെ മുണ്ടക്കൈ, ചൂരൽമല തുടങ്ങിയ സ്ഥലങ്ങളിൽ എല്ലാം ജീവിതത്തിൽ എല്ലാവരെയും, ഉറ്റവരെയും ഉടയവരെയും സമ്പത്തും എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന വീടുകൾ, അതിനകത്ത് ഞാൻ പറയാം ഒരു ഭരണകർത്താവിൻ്റെ ദീർഘവീക്ഷണമുണ്ട്. എൻ്റെ ജനത, സാധാരണ ജനത കഴിയേണ്ടത് ഇതുപോലുള്ള കൊച്ചു കൊച്ചു കുടിലുകളിലല്ല, ഏച്ച് കെട്ടി മുളച്ച് ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന വീടുകളിലല്ല. അവർ ഇന്ന് കേരളത്തിൻ്റെ വരുമാനം കൊണ്ട്, കേന്ദ്രത്തിൽ നിന്ന് ഒരു കാശും കിട്ടിയില്ലെന്നറിയാമല്ലോ, ബി ജെ പിക്കാരൊന്നും സഹായിച്ചില്ലല്ലോ, ഒന്നും തുണച്ചില്ലല്ലോ, ഒരു സഹായവും കിട്ടാതെ കേരളത്തിൻ്റെ സ്വന്തം റിസോഴ്സസ് മാത്രം മൊബിലൈസ് ചെയ്തും കൊണ്ടുണ്ടാക്കിയ അതിഗംഭീരം വീടുകൾ ഒരു പക്ഷേ ലോകത്തൊരിടത്തും ഇങ്ങനെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി ഇത്ര മനോഹരമായൊരു വീട്, അങ്ങനെ എത്ര 100 വീടുകൾ തീർന്നു കഴിഞ്ഞാൽ ഇനിയും പണിതുകൊണ്ടിരിക്കുക. അതിനകത്ത് ഫർണിച്ചറും മേടിച്ചിരിക്കുന്നു, ഇട്ടുകൊടുക്കാൻ കാശ് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ വീട് കണ്ടാൽ തന്നെ മനസ്സിലാകും ആ ഭരണകർത്താവിൻ്റെ കാഴ്ചപ്പാട് എന്തുമാത്രം വലുതാണ്, എന്തുമാത്രം വിശാലമാണ് എന്ന്. വിദ്യാഭ്യാസ രംഗം നോക്കാം. രണ്ടാമത് നമ്മൾ ശ്രീകുമാർ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് പറഞ്ഞു. കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെല്ലാം മാറ്റങ്ങളുണ്ടായി. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്, പൊതുവിദ്യാഭ്യാസ രംഗത്ത്, സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത്, സ്മാർട്ട് ക്ലാസ് റൂമുകളുടെ എണ്ണം, അതിനകത്ത് കിഫ്ബിയുടെ സംഭാവന, ഇതൊക്കെയുണ്ടല്ലോ ഒരു മൾട്ടി ഫേസറ്റഡ് ശ്രമമാണ് ഗവൺമെൻറ്റിൻ്റെ വക. അതുകൊണ്ട് എന്ത് പറ്റി, നേരത്തെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞതുപോലെ സ്വകാര്യ സ്കൂളുകളിലേക്ക് കുട്ടികളെ അയച്ചുകൊണ്ടിരുന്ന, മക്കളെ അയച്ചുകൊണ്ടിരുന്ന, വിഷമിച്ച് അയച്ചുകൊണ്ടിരുന്ന രക്ഷിതാക്കൾ പോലും തൊട്ടടുത്ത് ഗവൺമെൻറ് സ്കൂളിലേക്ക് ആൾക്കാരെ, കുട്ടികളെ അയച്ചു തുടങ്ങി. കാരണം അവിടുത്തെ അധ്യാപകരാണ് നല്ലത്, അവിടുത്തെ പഠിപ്പിക്കലാണ് നല്ലത്, അവിടുത്തെ സ്മാർട്ട് ക്ലാസ് റൂംസാണ് നല്ലത് എന്ന് കാണുന്ന രക്ഷിതാക്കൾ അവിടേക്ക് കുട്ടികളെ അയക്കാൻ തുടങ്ങി. പലയിടത്തും കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ഒക്കെ അങ്ങനെ വ്യത്യാസമുണ്ട്. നമ്മുടെ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്കാണ്ടല്ലോ ചാക്ക, അയ്യോ ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടോ ലാലേ ഒരു ഭയങ്കര ദയനീയമായ ഒരു കാഴ്ച കണ്ടു. വൈകുന്നേരം ഞാനൊരു 7 മണിയോടെ അതുവഴി ന്യൂസ് 18 ചർച്ചയ്ക്ക് പോകുമായിരുന്നേ, 7 മണിക്ക് മുമ്പ്. അന്നേരം നമ്മുടെ ചാക്ക ഗവൺമെൻറ് സ്കൂളിൽ ആ ഗേറ്റൊക്കെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ, എയർപോർട്ടിലേക്ക്, നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് പോകുന്ന വഴിക്ക്. അപ്പോൾ ഞാനങ്ങനെ പോകുന്ന വഴിക്ക് വെറുതെ ഒന്ന് നോക്കും. അയ്യോ, നമ്മളെ ഭയങ്കരമായിട്ട് എന്നെ വേദനിപ്പിച്ച ഒരു കാഴ്ച. ആ ഗേറ്റ് അടഞ്ഞു കിടക്കുവാണ്. സന്ധ്യ കഴിഞ്ഞു, 6:45 കാണും. ആ സമയത്ത് ലാലേ അവിടെ തറയിൽ അന്യസംസ്ഥാനത്തു നിന്ന് വന്ന ആരോ ധർമ്മക്കാരാണ് കിടപ്പുണ്ട്. ഒരു കുട്ടി 5 or 6 വയസ്സ് വരുന്ന ഒരു കുഞ്ഞു കുട്ടി ആ ഗേറ്റെ പിടിച്ചുകൊണ്ട് അകത്തോട്ട് നോക്കി നിൽക്കുന്നില്ല അല്ലേ. നമ്മുടെ ഒരു കുട്ടി, കേരളത്തിലെ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ഗതി വരുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടിക്ക് പോലും സാധാരണ ആ കുട്ടിയുടെ അച്ഛനമ്മമാർ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നെങ്കിൽ ആ കുട്ടിക്കും ആ സ്കൂളിൽ തന്നെ പഠിക്കാൻ സ്ഥലം കിട്ടുമായിരുന്നു. ആ സ്കൂളിൽ ആ കുട്ടിക്ക് പഠിക്കാമായിരുന്നു. അത്ര മനോഹരമായ സ്കൂൾ. എന്തേ ആ കുട്ടിയുടെ നോർത്ത് ഇന്ത്യൻ ഏതോ ഒരു സംസ്ഥാനത്തെ ആണല്ലോ, ഏതോ ഒരു വടക്കേ ഇന്ത്യൻ സംസ്ഥാനത്തെ, ഹിന്ദി സംസ്ഥാനത്തെ കുട്ടിയാണത്. ഇപ്പം കർണാടകയിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊന്നും ആ കുട്ടികളൊന്നും ഇവിടെ വരത്തില്ല. ഇവിടെ ധർമ്മക്കാരും അവിടുത്തുള്ളവരല്ല. അതിനും അപ്പുറത്തുനിന്ന് ഹിന്ദി ഹാർട്ട് ലാൻഡിൽ നിന്ന് വരുന്നവരാണ്. ഓർക്കണം, ഞാനൊരു സാന്ദർഭികമായിട്ട് ഞാൻ പെട്ടെന്നത് ഓർത്തപ്പോൾ വേദനിപ്പിക്കുന്ന ഒരു ഭയങ്കരമായൊരു നുറുങ്ങു വേദനയായിട്ട് ഇപ്പോഴും മനസ്സിൽ കിടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് ഞാൻ വിവരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ ഒരു കുട്ടിക്ക് അനുഭവം ഉണ്ടാകുമോ? ഞങ്ങളുടെ നാട്ടിലെ കോഴഞ്ചേരിക്കടുത്ത് പുല്ലാട്ട് ഒരു അന്യസംസ്ഥാന തൊഴിലാളികളുടെ പുല്ലാട് എന്ന സ്ഥലത്ത്
ഒരു കുട്ടി +2 എൻട്രൻസ് പരീക്ഷ പാസ്സായി. എൻട്രൻസ് പരീക്ഷ എഴുതിയില്ല. അവന് എൻട്രൻസ് പരീക്ഷയ്ക്കൊന്നും പോകാൻ പൈസ ഇല്ലായിരുന്നു. പക്ഷേ അവനവൻ്റെ മാർക്കും കൊണ്ട് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുക എറണാകുളത്ത്. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് എറണാകുളം. ഇത്തിരി ഫീസൊക്കെ കൂടുതലാണ്. അവന് വലിയ വിഷമമാണ്. എൻ്റെ അടുത്ത് ആ വിവരം എത്തി. ഞാൻ 1-2 പേരെ കണക്ട് ചെയ്ത് കൊടുത്തു സഹായമൊക്കെ ചെയ്യാൻ വേണ്ടി. അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് കേരളത്തിൽ. അതും കൂടെ ഓർക്കണം. ഒരു കുട്ടിയും സ്കൂളില്ലാത്ത കുട്ടിയില്ല കേരളത്തിൽ. സ്കൂളിൽ പഠിക്കാനാവാത്ത ഒരു കുട്ടി കേരളത്തിലില്ല. അതൊക്കെ വലിയ കാര്യമാണ്. ശ്രീകുമാറെ കേൾക്കണം. അത് നമ്മൾ രാഷ്ട്രീയം കൊണ്ട് അംഗീകരിക്കണമെന്നൊന്നുമില്ല. പക്ഷേ അതൊക്കെ ഒരു വലിയ സത്യമാണ്. കേരളത്തിൻ്റെ പുതിയ മുഖം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. വലിയ വളർച്ചയുടെയൊക്കെ മുഖം. വളർച്ചയില്ല എന്നൊക്കെ പറയാം, രാഷ്ട്രീയത്തിന് വേണ്ടി അതൊക്കെ പറയാം. പക്ഷേ ഇതനുഭവിക്കുന്ന ഒരു ജനമുണ്ട് ഇവിടെ. ഈ സുഖ സൗകര്യങ്ങൾ അല്ലെങ്കിൽ ഈ വളർച്ചയുടെ മെച്ചപ്പെട്ട ഫലങ്ങൾ ഒക്കെ അനുഭവിക്കുന്ന ഒരു ജനതതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടല്ലോ. അവരാണല്ലോ ഈ വോട്ട് ചെയ്യേണ്ടത്. അവരാണല്ലോ ഈ പുതിയ ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്നും ചിന്തിച്ചേണ്ട. നമ്മൾക്ക് ചർച്ച ചെയ്യുന്ന ആൾക്കാർ എന്ന നിലയ്ക്ക് ആ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അപ്പൊ അവരുടെ മുമ്പിലേക്ക് പ്രതിപക്ഷം എന്താണ് എടുത്തു വെക്കുന്നത് ശ്രീ ജേക്കബ് ജോർജ്? അവരുടെ മുമ്പിലേക്ക് എന്താണ് പ്രതിപക്ഷം എടുത്തു വെക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളിൽ താങ്കൾ പറഞ്ഞ ഈ വിയോജിപ്പുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതുപോലത്തെ പല കാര്യങ്ങളും എടുത്തു വെക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ. ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ കാര്യമാണ് നമ്മൾ ആ തുടക്കത്തിൽ ചർച്ച ചെയ്തത്. ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞു വെച്ചൊരു കാര്യം എന്താണെന്ന് അറിയോ ശ്രീ ജേക്കബ് ജോർജ്? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ട് മാധ്യമങ്ങൾക്ക് മുമ്പിലേക്ക്, മൈക്കിൻ്റെ മുമ്പിലേക്ക് വന്നില്ല എന്ന്. അദ്ദേഹം ഇത്രയും കാലവും അങ്ങനെ വന്നിട്ടില്ല. അത് കഴിഞ്ഞ ദിവസം വന്നില്ല. എല്ലാ മുഖ്യമന്ത്രിമാരും എല്ലാ തവണയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ട് അങ്ങനെ വരാറുണ്ട് അത്രേ. ഇന്നലെ വന്നില്ല എന്ന്. പക്ഷേ അദ്ദേഹം ഇന്ന് പ്രധാനപ്പെട്ട 3-4 മാധ്യമങ്ങൾക്ക് 1-1.5 മണിക്കൂർ ലൈവായിട്ട് അദ്ദേഹം അഭിമുഖം കൊടുത്തിരിക്കുകയാണ്. ഒരു ചോദ്യത്തിൽ നിന്നും അദ്ദേഹം മാറിയിട്ടില്ല. ഇന്ന് മനോരമയുടെ അഭിമുഖം നടത്തിയ ശ്രീ ജോണി ലൂക്കോസ് പോലും അദ്ദേഹത്തെ ഏറ്റവും ഒടുവിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് ഇൻ്റർവ്യൂ അവസാനിപ്പിച്ചത് എന്നുള്ളതുണ്ട്. പക്ഷേ ഇതൊരു കുറ്റമായി അദ്ദേഹം 1-to-1 ഇൻ്റർവ്യൂ കൊടുത്തിരിക്കുകയാണെന്നുള്ളത് ഒരു കുറ്റമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്നിപ്പോൾ ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുന്ന ശ്രീ എൻ ശ്രീകുമാർ. മീഡിയയെ എങ്ങനെയാണ് ഇടതുപക്ഷം കാണുന്നത്? 10 വർഷം ഭരിച്ച മുഖ്യമന്ത്രി എങ്ങനെയാണ് മാധ്യമത്തിന് മുമ്പിൽ ഇരുന്ന് കൊടുക്കുന്നത് എന്നുള്ളത് ജനങ്ങളുടെ മുമ്പിൽ ജനം വിലയിരുത്തില്ലേ സാർ? ലാലെ, എന്നോട് ചോദിച്ച വേറൊരു ചോദ്യമാണിപ്പോൾ. എനിക്ക് മുഖ്യമന്ത്രിയുടെ കമ്മ്യൂണിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ആ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ്, അതേക്കുറിച്ച് എനിക്കൊരു വ്യക്തമായ അഭിപ്രായമുണ്ട്. അദ്ദേഹം അങ്ങനെയൊന്നും തുറന്നു പറയുകയില്ല. തുറന്നു പറഞ്ഞാൽ അത് ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട്. ഇപ്പോൾ ലാലും ഞാനുമൊക്കെ പത്രപ്രവർത്തനം കൊണ്ട് ജീവിച്ചവരാണ്. ഇപ്പോഴും ഏറെക്കുറെ ഇതൊക്കെ ഉള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമാണ്. മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മീൻസ് ഓഫ് എക്സ്പ്രഷനായിട്ട് എടുത്തിരിക്കുന്ന ആളാണ്. ആ നിലയ്ക്ക് അങ്ങേയറ്റം പ്രൊഫഷണലായിട്ടാണ് ഒരു കാര്യങ്ങൾ പണ്ടൊക്കെ EMS നമ്പൂതിരിപ്പാടിൻ്റെ പ്രസംഗം കേൾക്കുക, അതുപോലെ അത് അങ്ങനെയൊക്കെയാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് വളർന്നു വന്നത്. EMS ഒരു വിഷയമെടുത്താൽ അതിനെ കൂലങ്കഷമായിട്ട് വിശകലനം ചെയ്ത് അത് അങ്ങനെ പറഞ്ഞു പോകും. അതിനകത്ത് ഒരു താളമുണ്ട്. അതിനകത്ത് ഒരു പടിപ്പടിയായിട്ട് ഇങ്ങനെ ഉയർന്നു പോകുന്ന ഒരു പ്രസംഗത്തിന് അതിൻ്റേതായ ഒരു കലയുണ്ട്, അതിൻ്റേതായ ഒരു ഘടനയുണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്. മുഖ്യമന്ത്രിയുടെ സംസാരവും അതേപോലെയാണ്. അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റ് ബ്രീഫിംഗ്, അതേപോലെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, തെരുവ് പ്രസംഗം, മൈതാന പ്രസംഗങ്ങളാണെങ്കിലും അതുപോലെയുള്ള വലിയ കോൺഫറൻസുകളാണെങ്കിലും IASകാരോട് സംസാരിക്കുന്ന രീതിയെക്കുറിച്ച് IASകാരനോട് പലരും പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ KM എബ്രഹാം ഉൾപ്പെടെ. അത് ഏറ്റവും മികച്ച ഒരു ബൗദ്ധികമായ ഉയർച്ച ഉള്ളവരാണല്ലോ IAS ഉദ്യോഗസ്ഥർ. അവരോടൊക്കെ സംസാരിക്കുന്ന രീതിക്കും മുഖ്യമന്ത്രിക്ക് അതിൻ്റേതായ ഒരു നിലവാരമുണ്ട്, ആ ഒരു ഉയർന്ന നിലവാരമുണ്ട്. ആ നിലവാരത്തിൽ നിന്നുകൊണ്ടാണ് അവരോട്
കേരളത്തിലെ ഏറ്റവും വലിയ IAS ഉദ്യോഗസ്ഥരോട്, ഏറ്റവും വലിയ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിക്കുന്നത് മലയാളത്തിലാണ് എന്നുള്ളത് പ്രത്യേകതയാണ്. ആ മലയാളത്തിൽ അദ്ദേഹം സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാക്കത്തക്കവണ്ണം, പക്ഷേ എന്നിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ അംഗീകരിപ്പിക്കുന്ന തലത്തിലേക്ക് അദ്ദേഹത്തിന് ആ വിഷയത്തിനെ ഒരു മാനം ഉണ്ടാക്കാൻ പറ്റും. അങ്ങനത്തെ ഒരു കഴിവ്, അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാലം 2 ടേം കഴിഞ്ഞിട്ട് 3ാമത് മത്സരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അത് പിണറായി വിജയൻ ആയതുകൊണ്ടാണില്ല അല്ലേ? അതിനകത്ത് സംശയമൊന്നുമില്ല. അതിന് പ്രതിപക്ഷത്തിന് സ്വാഭാവികമായിട്ടും പ്രയാസം ഉണ്ടാവും. അത് രാഷ്ട്രീയമാണ് എന്ന് കരുതി നേരത്തെ സച്ചിദാനന്ദൻ പറഞ്ഞ പോലെ ഇനിയും അവർ വരട്ടെ എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അർഹതയുണ്ടെങ്കിൽ, ജനങ്ങളുടെ അംഗീകാരമുണ്ടെങ്കിൽ കോൺഗ്രസ് ജയിക്കട്ടെ. കോൺഗ്രസ് പരാജയപ്പെട്ടുകൂടാ. കോൺഗ്രസ് കേരളത്തിൽ ഉണ്ടാവണം. കോൺഗ്രസ് തകർന്നുകൂടാ. കോൺഗ്രസിനെ തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിച്ചുകൂടാ. സമ്മതിക്കില്ല. അതിനെ തകർക്കാൻ ആരെയും സമ്മതിക്കില്ല. പിണറായി വിജയനെ അതെ, അത് ഈ പിണറായി വിജയനെ തോൽപ്പിച്ചിട്ട് തോറ്റുകൊടുത്തിട്ട് അങ്ങനെ പിണറായി വിജയൻ തോറ്റുകൊടുക്കാതെ നിൽക്കത്തില്ല. ആരും തോക്കത്തില്ല. അതാണ് ലാലേ. ഇതിപ്പം നിങ്ങൾക്ക് ആധികാരികമായിട്ട് ജയിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾക്ക് അർഹതയോടുകൂടിയ ജയം കൈവരിക്കാൻ കഴിയുമെങ്കിൽ ജയിക്കട്ടെ കോൺഗ്രസ്. നമുക്കെന്താ പ്രശ്നം? കോൺഗ്രസ് ജയിക്കട്ടെ, കോൺഗ്രസും ഭരിക്കട്ടെ. കോൺഗ്രസ് മുമ്പും ഭരിച്ചിട്ടുണ്ടല്ലോ, ഇഷ്ടംപോലെ ഭരിച്ചിട്ടില്ലേ? പക്ഷേ ഇന്ന് ജനങ്ങൾക്ക് വോട്ട് ചെയ്യാൻ മനസ്സാണെങ്കിൽ ജനങ്ങൾ വോട്ട് ചെയ്യും. അത് കാര്യം വേറെ. അത് രണ്ടും രണ്ടാണ് എന്ന് സച്ചിദാനന്ദൻ പറഞ്ഞ കാര്യങ്ങളും കൂടി ഓർത്തും കൊണ്ട് ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ശരി ശ്രീ എൻ ശ്രീകുമാർ, അപ്പോൾ വെറുതെ അല്ല കെ സുധാകരൻ അങ്ങനെ എവിടെയോ ഓർത്ത് പറഞ്ഞതല്ല. അദ്ദേഹം വന്ന് ഡൽഹിയിൽ നിന്നൊക്കെ വീട്ടിലിരുന്ന് നോക്കി, എല്ലാം മനസ്സിലാക്കി നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി വിഭവങ്ങളൊന്നും കയ്യിലില്ല. വെറുതെ അങ്ങ് 3ാമത് ഇനിയിപ്പോൾ ഊഴം പിണറായിക്ക് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് കിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സ്ഥിതിയിലാണ് സുധാകരൻ എന്നുള്ളത് ഒരു അബദ്ധമല്ല. അദ്ദേഹത്തെ പോലെ പലരും കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ പല ശബ്ദങ്ങളും, കോൺഗ്രസ് പ്രവർത്തകരുടെ, പ്രാദേശിക നേതാക്കളുടെ പല ശബ്ദങ്ങളും കേൾക്കാത്ത നേതൃത്വത്തിനെതിരെ വിമതർ രംഗത്ത് വരുന്നത്, ശബ്ദങ്ങൾ പുറത്തേക്ക് പൊട്ടിത്തെറിച്ചു കൊണ്ടുവരുന്നത്. തളിപ്പറമ്പിൽ, പയ്യന്നൂരിൽ, പട്ടാമ്പിയിൽ, കരുനാഗപ്പള്ളിയിൽ, തിരുവനന്തപുരത്ത് ഇന്നലെ NS നുസൂറിനെ പോലുള്ളവർ, ഇതൊക്കെ അത് വെറുതെയാണെന്നങ്ങ് പറഞ്ഞു വെച്ച് ഇപ്പുറത്ത് സ്ഥിരം വർത്തമാനത്തിൽ ഭരണപക്ഷത്തെ വിമർശിച്ചിട്ട് കാര്യമുണ്ടോ സാർ? ഒന്നുകൂടെ ചിന്തിക്കണ്ടേ? നോക്കൂ ഡോക്ടർ ലാലെ, സുധാകരൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞാൽ ഞാൻ അതിനെ ഖണ്ഡിക്കാനില്ല. അത് ഇന്നലെ സുധാകരൻ പറഞ്ഞ മലയാള മനോരമയുടെ യൂട്യൂബിൽ കിടപ്പുണ്ട്, എടുത്തു നോക്കുക. പിണറായി വിജയൻ ഗവൺമെൻറ് അധികാരത്തിൽ വരില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ അല്ല, തിരുത്തേണ്ട കാര്യമില്ലല്ലോ, ഉള്ള കാര്യമല്ലേ പറഞ്ഞത്. അതായത് അങ്ങനെ ഉറപ്പാണോ എന്ന് ചോദിച്ചാൽ ഉറപ്പ് ആരാ പറയുക? ചുമ്മാ വെറുതെ പറയാൻ പറ്റുമോ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെറ്റീരിയൽ ഇല്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ലെന്നേ പറഞ്ഞോളൂ. അതൊക്കെ ജനത്തിന് മനസ്സിലായിട്ടുണ്ട്. കയ്യിൽ കൊണ്ട് നടന്നു, വിരോധമില്ല. ഇവിടെ വിഷയം എന്താ വെച്ചാൽ ശ്രീ സമ്പത്ത് പറഞ്ഞല്ലോ, നമുക്ക് ആഗ്രഹമാകാം, ആർത്തിയും അത്യാർത്തിയും പാടില്ല. അതാണ് ഇവിടുത്തെ എനിക്ക് LDFനോട് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം മുഖ്യമന്ത്രി പത്രലേഖകരെ കാണാത്ത വലിയ കുഴപ്പമുള്ള കാര്യമല്ല. അദ്ദേഹം കാണാറില്ലല്ലോ, മന്ത്രിസഭാ യോഗത്തിന് ശേഷം കാണാറില്ല. കാരണം അദ്ദേഹം ചോദ്യങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഇതൊരു PR വർക്കാണ്. ഈ ചാനലുകൾക്ക് ഓരോന്നോരോന്ന് അഭിമുഖം കൊടുക്കുന്ന ഒരു PR വർക്കാണ്. അല്ലാണ്ട് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇന്നലെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. കേരളത്തിൽ പണ്ട് മൂക്ക് പൊത്തിയിട്ട് നടക്കാൻ പറ്റിയിരുന്നില്ല. മിനിങ്ങാന്നൊരു ചാനലിലൊരു അവതാരക ഇതേ കാര്യം പറയാണ്, മൂക്ക് പൊത്തിയിട്ട് ചെല്ലാൻ പറ്റില്ല. അത് ഒരേ വിഷയത്തിൽ തന്നെ. അതിനു മുമ്പ് ഒരു സംഭവത്തിൽ കൈരളിയിലാണ് ആദ്യം വന്നത്. KSRTCയുടെ കാര്യത്തിൽ ആര്യാടൻ മുഹമ്മദിൻ്റെ പഴയ പ്രസ്താവന, അത് പിറ്റേന്ന് തന്നെ 2-3 ചാനലിൽ അതേ കാര്യം തന്നെ പറഞ്ഞു. അതൊരു PR വർക്കാണ്. അപ്പോൾ ഇങ്ങനെ ഒരു PR വർക്കിൻ്റെ അല്ല KSRTC അത് ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ഇങ്ങനെ KSRTC പിരിച്ചുവിടുക. കാരണം KSRTC സൗജന്യ യാത്ര എന്ന് പറഞ്ഞു വന്നപ്പോൾ അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതൊരു PR വർക്കാണ്. ഇന്നിപ്പം മുഖ്യമന്ത്രിയും അത് തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി അദ്ദേഹം ഈ അഭിമുഖത്തിലൊന്നും കാര്യമായിട്ടൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ 10 വർഷത്തെ നേട്ടം ചോദിച്ചാൽ ഒരു നേട്ടം അദ്ദേഹത്തിനില്ല. അദ്ദേഹം നല്ല രീതിയിൽ നാട് പോകുന്നുണ്ട്, നല്ല രീതിയിൽ കേരളം വളരുന്നുണ്ട്. ഇവിടുത്തെ ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ പോലെ സ്കൂളിൻ്റെ കെട്ടിടം വളർന്ന സർക്കാരിൻ്റെ ജോലി കിട്ടുമോ നമ്മുടെ ചെറുപ്പക്കാർക്ക്? 2016 ശേഷം അല്ല ശ്രീ ജേക്കബ് കേരളത്തിലെ കുട്ടികൾ പഠിച്ചു തുടങ്ങിയത്. 2016 മുമ്പേ പഠിച്ചു തുടങ്ങി കേരളത്തിലെ കുട്ടികൾ. ഇത്ര നല്ല സ്കൂളുകളിൽ എന്താ നമ്മുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കൾ എന്താ ഇത്ര നല്ല സ്കൂളിൽ പോയി പഠിക്കാത്തത്? എന്താ? അതുകൂടെ ഒന്ന് ആലോചിക്കേ.
കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്താ ഇത്ര നല്ല ആശുപത്രിയിൽ പോയി ചികിത്സിക്കാത്തത്? അതും കൂടെ ഒന്ന് ആലോചിക്കേ. മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം താങ്കൾ ഇപ്പൊ എടുത്തു പറഞ്ഞല്ലോ. മൂക്ക് പൊത്തിക്കൊണ്ട് നടക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അത് മാറിയില്ല കേരളത്തിൽ. അതൊരു ചെറിയ കാര്യമാണോ? 2016 മുമ്പ് ഒരു സിനിമയിൽ വന്ന കാര്യമാണ്. ദേ കൊച്ചി എത്തി എന്ന് പുറത്തുനിന്ന് വന്നിട്ട് ആ സിനിമയിൽ നിന്ന് സലീം കുമാറിൻ്റെ കഥാപാത്രം പറയുന്നൊരു ഡയലോഗ് താങ്കൾ ഓർക്കുന്നുണ്ടാവും. കൊച്ചി എത്തിയാൽ പ്രത്യേകിച്ച് തിരിച്ചറിയാം. അത് വിമാനങ്ങൾ ലാൻഡ് ചെയ്യുമ്പോൾ കൊച്ചിയിലാണ് എത്തിയെന്നുള്ളത് പ്രത്യേകിച്ച് വിളിച്ചു പറയേണ്ട കാര്യം. അല്ലെങ്കിൽ ട്രെയിനിൽ വരുമ്പോൾ നമുക്കറിയാം. അതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ 2016 മുമ്പ്. ഇപ്പം അങ്ങനെയാണോ സാർ? അത് ഒന്ന് നെഞ്ചിൽ കൈവച്ചൊന്ന് പറഞ്ഞു നോക്കൂ. അങ്ങനെയല്ല. രണ്ടാമത് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ഞാൻ 2016 കേട്ട വലിയ വാർത്ത അന്ന് ചർച്ച ചെയ്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മലാപ്പറമ്പ് സ്കൂൾ വിൽക്കാൻ വച്ചിരിക്കുകയായിരുന്നു. പല സർക്കാർ സ്കൂളുകളും ഇങ്ങനെ കോർപ്പറേറ്റുകൾ എടുത്തുകൊണ്ട് പോകാൻ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ പല പ്രൈവറ്റ് ആശുപത്രികളും കോർപ്പറേറ്റുകൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അതുപോലെ സർക്കാർ സ്ഥാപനങ്ങൾ അങ്ങനെയായിരുന്നു. ഇപ്പം അങ്ങനെയാണോ? പല കുട്ടികളെയും നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സർക്കാർ സ്കൂളുകളിലേക്ക് പഠിപ്പിക്കാൻ കൊണ്ടുപോവുകയാണ്, മറ്റു സ്കൂളുകളിൽ നിന്ന് മാറ്റിയിട്ട്. ഇത് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ സർ, മെഡിക്കൽ കോളേജിൽ പോകാൻ അല്ലെങ്കിൽ സാധാരണ ഒരു ആശുപത്രിയിലേക്കാണ് ഹാർട്ട് പേഷ്യൻ്റ് പോകുന്നത്. അവിടുന്നാണ് തീരുമാനിക്കുന്നത് ബൈപ്പാസ് നടത്താൻ, ഓപ്പൺ ഹാർട്ട് സർജറി നടത്താൻ വേണ്ടിയിട്ട്. അവിടെയാണ് നടത്തുന്നത്. ചിലപ്പോൾ അപ്പുറത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. കേരളത്തിലെ ആശുപത്രികളിലാണ് ഇത് സംഭവിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെ 2016 മുമ്പുള്ള അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും, അന്നത്തെ KSRTC, അന്നത്തെ KSEB നോക്കൂ. അത് തന്നെയാണോ ഇപ്പോൾ? താങ്കൾ ഇങ്ങനെ വെറുതെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വ്യത്യാസമുണ്ട്. ഇതൊക്കെ അംഗീകരിച്ചുകൊണ്ട് ഇപ്പം നടത്തുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതിൽ നടത്തിപ്പ് കാര്യത്തിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അതല്ലേ പ്രതിപക്ഷ നേതാവ് എടുത്തു പറയേണ്ടത്. അത് പറയാതെ എല്ലാം കണ്ണടച്ച് ഇന്ന് പറയുന്നത് കേട്ടു, കിഫ്ബിയിൽ 1,10,000 കോടിയൊന്നും ഇല്ല, 38,000 കോടി എങ്ങാണ്ട് ചിലവാക്കിയിട്ടുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നത് കേട്ടു. നാളെ തെളിയിക്കാൻ വരുമ്പോൾ വീണ്ടും പ്രശ്നമാണ്. പറഞ്ഞോളൂ സാർ. നോക്കൂ ഡോക്ടർ ലാലേ, നിങ്ങളിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടൊന്നും വോട്ട് കിട്ടില്ല. അത് നിങ്ങളുടെ ഒരു ധർമ്മം എന്നാണ് ഞാൻ കരുതുന്നുള്ളൂ. 5 വർഷം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ 4,43,449 വീട് പണിതു. 9 ഘട്ടങ്ങളിലിട്ട്. ഞാൻ വേണമെങ്കിൽ ആ വാട്സപ്പിൽ ഇപ്പോൾ ഞാൻ ലാലിലേക്ക് ഇട്ട് തരാം. ഇപ്പോൾ ഞാൻ ഈ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഇട്ട് തരാം. അങ്ങനെ വ്യത്യസ്തമായിക്കൊണ്ട് 36,000 റിനോവേഷനുള്ള, അത് അറ്റകുറ്റപ്പണികൾക്കുള്ള പണവും കൊടുത്തു. 10 വർഷം കൊണ്ട് പിണറായി വിജയൻ 5 ലക്ഷം വീടും കൊടുത്തു. 5 വർഷം കൊണ്ട് 4,40,000 പ്രതിപക്ഷത്തോടൊരു ചോദ്യം CPM നേതാക്കൾ ചോദിക്കുന്നത് കേട്ടു. അതങ്ങ് ചെയ്താൽ പോരായിരുന്നു. VD സതീശൻ അങ്ങനെയുള്ള ഏതെങ്കിലും വീടുകളിൽ പോയി ചായ കുടിച്ച് ഇത്ര 4 ലക്ഷത്തി എത്രയോ പറഞ്ഞല്ലോ കണക്ക്, അത്രാമത്തെ വീടിൻ്റെ ആ ലിസ്റ്റൊക്കെ പുറത്ത് വിട്ടിട്ട് അവിടെ നിന്ന് ചായ കുടിച്ചുകൊണ്ട് തുടങ്ങിയിരുന്നെങ്കിൽ നമുക്കത് വിശ്വസിക്കാമായിരുന്നല്ലോ. ഈ വയനാട്ടിനൊരു മറുപടി ആയതിന്. നോക്കൂ ലാല, നിങ്ങളിങ്ങനെ വെറുതെ ഞാൻ പറയുമ്പോൾ കണക്ക് തെറ്റാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊക്കെ നിങ്ങൾ ട്രിവാൻഡ്രത്ത് പോയിട്ട് അന്വേഷിച്ചറിയാം. നിങ്ങൾ അവിടെ ആണല്ലോ ഇരിക്കുന്നത്. പുറത്ത് വിട്ട കണക്കാണ്. ഞാൻ ഇപ്പോൾ വാട്സപ്പിൽ ഇട്ട് തരാം. ഇനി 5 ലക്ഷം 10 വർഷം കൊണ്ട് 5 ലക്ഷം കൊടുത്തു, 5 വർഷം കൊണ്ട് 4 ലക്ഷം കൊടുത്തു. അത് നിൽക്കട്ടെ, അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ വേറെ എന്താണത്, 2 നിലപാടാണ് എൻ്റെ ഡോക്ടർ ലാലെ ഇവിടുത്തെ പ്രശ്നം. UDF നിലപാട്, LDF നിലപാട്. അതിനാണ് ജനം വോട്ട് കൊടുക്കുന്നത്. അറിയാമോ, കേരളത്തിലെ ജനങ്ങളുടെ തൊഴിലില്ലായ്മയെക്കുറിച്ചാണെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് അത് തന്നെ പറയാം. താങ്കളാണല്ലോ പറഞ്ഞത്. ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ച് UDFൻ്റെ ഒരാശയം ഉണ്ടായിരുന്നു. ആ ആശയം 8 വർഷം നടപ്പാക്കിയില്ല കേരളത്തിലെ LDF ഗവൺമെൻറ്. അതുവരെ SFIക്കാരെ കൊണ്ട് സമരം ചെയ്യിച്ച് തല തല്ലി പൊളിച്ചു അവരുടെ. 8ാം വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയാ UDFൻ്റെ വിദ്യാഭ്യാസം അത് തിരിച്ചു കൊണ്ടുവന്നു, കടമെടുത്ത് കൊണ്ടുവന്നു. UDF ആണ് ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വിദേശ മൂലധനം കൊണ്ടുവരുന്നതും കോർപ്പറേറ്റുകളെ ഇടപെടിക്കുന്നതൊക്കെ UDFൻ്റെ ഞങ്ങളത് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു എവിടെ പറഞ്ഞു? ഞാൻ കേട്ടില്ല അത്. നിങ്ങൾ കേൾക്കില്ല. നിങ്ങൾ സമ്പത്തിനോട് ചോദിക്കുക. അവിടെ തൊട്ടടുത്ത് ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു തരും. അല്ല, താങ്കൾ കൊടുക്കണ്ടേ, ഈ പോയിന്റ് കൊടുക്കണ്ടേ? UDF ആണ് ശരി എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു പറഞ്ഞോ? അതായത് പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ ചെയർമാൻ TP ശ്രീനിവാസനെ തിരുവനന്തപുരത്ത് എന്തിനാ SFIക്കാർ തല്ലിയെന്നറിയാവോ? ഈ വിദ്യാഭ്യാസ നയം അദ്ദേഹം UDFൻ്റെ കാലത്ത് ചെയർമാനായിട്ട് തീരുമാനിച്ചതാ. അപ്പോൾ വിദേശ മൂലധനം സർവകലാശാലകളിൽ ഇറക്കാം എന്നൊരു തീരുമാനം UDFൻ്റെ കാലത്ത് നടന്നപ്പോൾ സമരം ചെയ്തവർ ഇപ്പോൾ അത് അംഗീകരിച്ചു. ഡോക്ടർ സമ്പത്ത് പറയും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയെ കുറിച്ചായിരിക്കും താങ്കൾ പറയുന്നത്, സ്വകാര്യ സർവകലാശാലയെ കുറിച്ചായിരിക്കും താങ്കൾ ഈ പറയുന്നത്.
അത് UDF-ന്റെ കാലത്ത് നടത്താൻ നിശ്ചയിച്ചത് പോലെയുള്ള അതല്ലാണ്ട് ഏതാ പറഞ്ഞേ? അതെ അതല്ല ഇവിടെ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയ, അതല്ല UDF നടപ്പിലാക്കിയ കാര്യമല്ല LDF നടപ്പിലാക്കിയിരിക്കുന്നത്. കൃത്യമായ നിയമങ്ങളോടുകൂടി. ഡോക്ടർ സമ്പത്ത്, ഒറ്റ കാര്യം, ഞാൻ അതിനകത്തൊരു ക്ലാരിഫിക്കേഷൻ മാത്രം. ഡോക്ടർ സമ്പത്ത് അതൊന്നും പറഞ്ഞു പോകല്ലേ. ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു തരട്ടെ. അതായത് LDF-ന് വ്യക്തമായ വിദ്യാഭ്യാസ നയം ഇല്ല കേരളത്തിൽ. അതുകൊണ്ടാണ് PMശ്രീ പദ്ധതി അർദ്ധരാത്രി 6 വരെയാണ് ഒപ്പിട്ടത്. ഇപ്പൊ അതിലെന്താ പറ്റിയെന്ന് അറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. കേരളത്തിൽ LDF-ന് ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് പറ്റി? ഇന്നലെ മുഖ്യമന്ത്രി ഈ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്താണ് PMശ്രീക്ക് പറ്റിയത്? PMശ്രീ എന്തുകൊണ്ടാണ് ഒപ്പിടാനിരുന്നത്? സർക്കാർ എന്തുകൊണ്ടാണ് ഒപ്പിടാനിരുന്നത്? താങ്കൾ എങ്ങനെയാണ് പ്രചരിപ്പിക്കുന്നത് അതിനെ? നോക്കൂ, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല, നിങ്ങൾക്ക് ചേരില്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടെ, നിങ്ങൾ തെറ്റാന്ന് പറഞ്ഞോളൂ. ഞാൻ പറയുമ്പോൾ തെറ്റാന്ന് പറഞ്ഞ് തടസ്സപ്പെടുത്തരുത്. അത് കഴിഞ്ഞ് വിദ്യാഭ്യാസം, ഇനി കറണ്ട് എന്താ, നിങ്ങളെന്താ ഇപ്പം ലാല് പറഞ്ഞല്ലോ KCB, ഇപ്പം എന്താ പറഞ്ഞേ? പവർ കട്ടില്ലാത്ത 10 വർഷം. എന്താ കാരണം പവർ കട്ടില്ലാത്തത്? കൂടംകുളം താപവൈദ്യുത നിലയമുണ്ട്, അറിയാവോ? 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 2000-ലെ UPA ഗവൺമെൻറ് കാലത്ത്, UPA ഗവൺമെൻറ് കേന്ദ്രം ഭരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ തുടങ്ങിയതാണ്. തമിഴ്നാട് ഗവൺമെൻറ് സഹകരണത്തോടെ കൂടംകുളത്ത് 2000 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന പദ്ധതി. ആ പദ്ധതിക്കെതിരെ കേരളത്തിലെ CPM-കാർ അവിടെ പോയി സമരം ചെയ്തു. അദ്ദേഹം മരിച്ചുപോയി, ആ നേതാവ് മരിച്ചുപോയി, ഞാൻ അതുകൊണ്ട് ആ പേര് പറയുന്നില്ല. അവിടെ സമരം ചെയ്തു. അവിടുന്ന് 266 മെഗാവാട്ട് കറണ്ട് പോകുന്ന ഏത് വഴിക്കാണെന്നറിയാമോ? ഞാൻ താമസിക്കുന്ന വീടിൻ്റെ വഴിക്ക്, മാടക്കത്ര വഴിക്കാ. അതാണ് പവർ കട്ടില്ലാത്തത്. അല്ലാണ്ട് LDF ഉൽപ്പാദിപ്പിക്കുന്ന നല്ല കറണ്ട്. അത് മനസ്സിലാക്കി. ഇതൊക്കെ ആരോടാ പറയുന്നത്? കേരളത്തിലെ ജനങ്ങളെ എന്താണ് സാർ ഈ കാര്യത്തിലൊക്കെ എന്ത് പറഞ്ഞാലും അതൊരു മുടന്തൻ ന്യായം പറയുന്നതല്ലാതെ ഈ പറയുന്ന കാര്യത്തിൽ ഒരു നിങ്ങൾ നോക്ക്, രേഖ നോക്ക്. 2016 മുമ്പ് പവർ കട്ട്, ലോഡ് ഷെഡിങ് യാഥാർത്ഥ്യമായിരുന്നു സാർ. അന്നത്തെ സിനിമകൾ നോക്കിയാൽ മതി, അന്നത്തെ നമ്മുടെ ജീവിതം നോക്കിയാൽ മതി. അന്ന് 8 വയസ്സായ 2014 മുമ്പ് കേരളം ഇല്ല. എന്താണ് നിങ്ങളുടെ പദം? എന്താ 2014 യുഗം? താങ്കൾ ഒരു കാര്യം സമ്മതിക്കും, 2014 യുഗം, അതായത് നായനാരുടെ കാലത്ത് ഇരുണ്ട യുഗം, VS അച്യുതാനന്ദന്റെ കാലത്ത് ഇരുണ്ട യുഗം, EMSന്റെ കാലത്ത് ഇരുണ്ട യുഗം. പവർ കട്ടും ഉണ്ടായിരുന്നോ? താങ്കൾ അത് പറയേ. 2016 മുമ്പ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഉണ്ടായിരുന്നോ? 2016 മുമ്പ് അല്ലല്ല, 2014 മുമ്പ് LDF-ന്റെ മുദ്രാവാക്യം ഇരുണ്ട യുഗം. അപ്പൊ 2014 അച്യുതാനന്ദൻ ഭരിച്ചപ്പോൾ ഇരുണ്ട യുഗം, അച്യുതമേനോൻ ഭരിച്ചപ്പോൾ ഇരുണ്ട യുഗം, നായനാർ ഭരിച്ചപ്പോൾ ഇരുണ്ട യുഗം. 2016 മുമ്പ് ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നോ? പവർ കട്ട് ഉണ്ടായിരുന്നോ? ഞാൻ ഒറ്റ മിനിറ്റ് അദ്ദേഹത്തോട് ഒന്ന് ചോദിക്കട്ടെ സാർ. ഞാൻ താങ്കളിലേക്ക് വരാം, ഡോക്ടർ സമ്പത്തിലേക്ക് വരാം, എന്നിട്ട് ഞാൻ ഇടവേളയിലേക്ക് പോകും. ഒറ്റ മിനിറ്റിൽ ശ്രീ എൻ ശിവകുമാർ ഇത് അവസാനിപ്പിക്കാം. നമ്മൾ തമ്മിലുള്ള ഇപ്പോൾ ഈ ഒരു കാര്യം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2016 മുമ്പ് പവർ കട്ട് ഉണ്ടായിരുന്നോ? ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നോ? എന്റെ ലാലാൻ ഉത്തരാ പറഞ്ഞത് ഉണ്ടായിരുന്നോ ഇല്ലയോ? താപവൈദ്യുത നിലയത്തിൽ നിന്ന് ഇപ്പൊ കറണ്ട് കേരളത്തിൽ വരുന്നുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ സത്യമല്ലേ? 1996-ലാണ് 1900 ലാലെ 1996 മനസ്സിലായില്ലേ? താപവൈദ്യുത നിലയത്തിൽ നിന്നും 266 മെഗാവാട്ട് വൈദ്യുതി മാടക്കത്ര ലൈനിൽ കൂടെയും, അതാ പറഞ്ഞ എന്റെ വീട്, എന്റെ തൃശ്ശൂർ ജില്ലയിൽ സമരം ചെയ്തവരാണ് CPM. പദ്ധതിക്കെതിരെ സമരം ചെയ്തവരാണ് CPM. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിൽ അന്ന് അല്ല, ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, എനിക്കൊരു ഒരൊറ്റ വരി മതി പറഞ്ഞാൽ മതി. അതായത് 1996 ഇവിടെ നീണ്ട സമയം പവർ കട്ടിങ്, ലോഡ് ഷെഡിങ് എല്ലാം ഉണ്ടായിരുന്നു. പവർ കട്ട്, ലോഡ് ഷെഡിങ്, ഒരു 3-4 മണിക്കൂർ ഇൻഡസ്ട്രിയൽ പവർ കട്ട് പ്ലസ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് 1.5-2 മണിക്കൂറൊക്കെ ആയിരുന്നു അന്ന് ലോഡ് ഷെഡിങ്. ജി കാർത്തികേയൻ വിദ്യുത് ശക്തി മന്ത്രി, അത് കഴിഞ്ഞ് നായനാർ മുഖ്യമന്ത്രി. ആ സമയത്താണ് പിണറായി വിജയൻ കേരളത്തിൻ്റെ വിദ്യുത് ശക്തി മന്ത്രിയാകുന്നത്. കേരളത്തിൽ വിദ്യുത് ശക്തി മന്ത്രിയായിട്ട് മാനേജ്മെൻറ്റ് വൈദഗ്ധ്യത്തോടു കൂടി ഉള്ള ഒരു ഗവർണൻസ് കൊണ്ടിരുന്നത് ആ സമയത്താണ് വിദ്യുത് ശക്തി ബോർഡിൽ. അദ്ദേഹത്തിൻ്റെ
അന്നാണ് ഞാൻ ആദ്യമായിട്ട് പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവിനെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിൽ വെച്ച് അദ്ദേഹമായിട്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നതും കൂടുതൽ അടുത്തിടപെടുന്നതും ഒക്കെ ആ സമയത്താണ്. അദ്ദേഹത്തിൻ്റെ വൈദഗ്ധ്യത്തെക്കുറിച്ച് അദ്ദേഹം കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് അത് വെറുതെ ഞാൻ അന്നേരം അതൊന്നും എഴുതാൻ വേണ്ടി ഉപയോഗിച്ചതല്ല. പക്ഷേ മാടക്കത്ര എന്നൊക്കെ പറയുന്ന ലൈനുണ്ടല്ലോ, ആ ലൈൻ ഞാനിത് പറയാൻ ഉദ്ദേശിച്ചതല്ല. പക്ഷേ അന്നത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് UDF ഗവൺമെൻറ്റിനോട് താല്പര്യമുള്ള ചിലരുടെ പറമ്പിൽ ഉയർന്ന മരങ്ങളൊക്കെ പോകേണ്ടി വരും, റബ്ബർ മരങ്ങൾ വെട്ടിക്കളയേണ്ടി വരും. അതുകൊണ്ട് അതുവഴി ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ ലാലേ ശ്രീകുമാർ. അതുവഴി മരങ്ങൾ വെട്ടിയിട്ട് വെറുതെ അല്ല ശ്രീകുമാറിന്റെ വീട്ടിന് അടുത്തുകൂടെ എന്ന് അദ്ദേഹം പറഞ്ഞത്. ശരി, നമുക്ക് അതിലേക്ക് പോകാൻ സമയമില്ല. ഡോക്ടർ സമ്പത്ത് എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. കൂടംകുളം പദ്ധതിയെ അതെനിക്കറിയാം. ഡോക്ടർ സമ്പത്ത് 2016 മുമ്പ് ലോഡ് ഷെഡിങ്ങും പവർ കട്ടും ഇവിടെ ഉണ്ടായിരുന്നു. അത് സമ്മതിക്കുക തന്നെയാണ് ശ്രീകുമാർ. ഇപ്പോൾ അതില്ല. അത് പറയുന്ന പരസ്യം വരുന്നതിനെ അവർ എതിർക്കുന്നു. ഇതാണോ നിങ്ങൾ ജനങ്ങളോട് പറയുന്നത് പ്രവർത്തനം തുടങ്ങി? ഡോക്ടർ സമ്പത്ത് അല്ല, ഞാൻ ഇപ്പോൾ ശിവകുമാറേട്ട എന്നോട് ഒരു കാര്യത്തിൽ ക്ഷമിക്കണം. നമ്മൾ പല ചർച്ചകളിലും ഈ ചില BJP നേതാക്കളുടെ ഒരു മിഥ്യാധാരണയുണ്ട്, എന്ത് നുണയും അല്ലെങ്കിൽ അർത്ഥസത്യവും പറയാൻ അവർക്കൊരു മൗലികാവകാശമുണ്ട് എന്നുള്ളത്. അതിപ്പോൾ കോൺഗ്രസ്സുകാരിലേക്ക് വ്യാപിക്കുന്നതായ വസൂരി പോലെ പടരുന്നതായിട്ടുള്ള അസുഖമാണ് എങ്കിൽ അത് ജാഗ്രത പുലർത്തുകയും അതങ്ങനെ പടരാതിരിക്കാനും ദയവായി ശ്രമിക്കണമെന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഈ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 5 ലക്ഷം ഭവനങ്ങൾ പുതിയ കുടുംബങ്ങൾ കയറി താമസമായി എന്ന് പറയുമ്പോൾ ഒരു ദിവസം ശരാശരി 800-ലധികം വീടുകൾ പൂർത്തിയായി എന്നാണ്. 800-ലധികം വീടുകൾ ഒരു ദിവസം ശരാശരി വീതം പൂർത്തിയായി എന്നുള്ള കാര്യത്തിൻ്റേത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ കണക്ക് ശരിയല്ല. ഈ നമ്മുടെ കൺമുന്നിൽ നടക്കുന്നതായ ഒരു കാര്യമാണ്. ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെങ്കിൽ റോഡുകൾ, വീതിയുള്ള റോഡുകൾ വേണം, സുരക്ഷിതമായ റോഡുകൾ വേണം. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം മാത്രമാണ് ഭൂമി ഏറ്റെടുക്കലിൻ്റെ 25% തുക ഇന്ത്യ ഗവൺമെൻറ്റിന് അങ്ങോട്ട് കൊടുക്കേണ്ടത് തന്നല്ലോ, കേരളമാണല്ലോ. എന്തേ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ പറയുന്നതായ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങൾ നടന്നില്ല? ഇവിടെ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ട് ഓർമ്മയുണ്ടല്ലോ. വയൽക്കിളി സമരമെല്ലാം അങ്ങനെ BJPയുടെയും കോൺഗ്രസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലെല്ലാം നടത്തിയത്. എവിടെ പോയി ആ സമരത്തെ സംബന്ധിച്ചുള്ളത്? ഇവിടെ ഈ പവർ കട്ട് ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളേ ഉള്ളൂ ഇന്ന് പവർ കട്ട് ഇല്ലാത്തത്. ഒന്ന് കേരളമാണ്, മറ്റൊന്ന് ജമ്മു കാശ്മീരാണ്. ഈ കൊച്ചി ഇടമൺ പവർ ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയമുണ്ടല്ലോ, ഞാൻ ഈ ചർച്ചയിൽ പറയുന്നില്ല. കാരണം അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ വൈദ്യുതി മന്ത്രിയും തമ്മിൽ ഇത് സംബന്ധിച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അത് രണ്ടുപേരും ഇപ്പോൾ യശശരീരരാണ്. ഞാനിനിയിപ്പോൾ അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല. രാഷ്ട്രീയമായ തീരുമാനങ്ങൾ ഇച്ഛാശക്തിയോടുകൂടി നിശ്ചയദാർഢ്യത്തോടുകൂടി നടപ്പാക്കാൻ കഴിയണം. അത് നടപ്പാക്കുക എന്നുള്ളത് സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ്റിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ്. പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രം പ്രകടന പത്രികയിൽ പറയുക. ഇതിൻ്റെ ഒരു ഓഡിറ്റിംഗ് തന്നെ, അത്തരത്തിൽ പ്രോഗ്രസ് റിപ്പോർട്ടടക്കം ജനങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് ഈ ഗവൺമെൻറ് തന്നെയാണ്. നമ്മുടെ നാട് ഈ മുന്നോട്ടാണ് പോകേണ്ടത്. നമ്മൾ മത്സരിക്കുന്നത് UPയോടല്ല, ബീഹാറിനോടല്ല, നമ്മൾ മധ്യപ്രദേശിനോടല്ല, ഒഡീഷയോടല്ല. അല്ല, നമ്മൾ ഈ മത്സരിക്കാൻ പോകുന്നത്, നമ്മൾ മത്സരിക്കാനായിട്ട് നമ്മളൊരു മിത സമൃദ്ധ സമൂഹം, മോഡറേറ്റ്ലി പ്രോഗ്രസ്ഡ് സൊസൈറ്റി എന്നുള്ള നിലയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിനെ മുഴുവൻ തല്ലിക്കെടുത്താനായിട്ട് വരരുത്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഈ നിയമസഭയിൽ തന്നെ ഉണ്ടായിട്ടുള്ള ചർച്ച, UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് 3764 ഭവനങ്ങളാണ് ആകെ നിർമ്മിച്ചത് എന്നുള്ളത്. അതിനെ സംബന്ധിച്ച് തർക്കവും പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഇന്ത്യയിലെ ഏറ്റവും മെച്ചപ്പെട്ടതായ 300 ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, കോളേജുകൾ, സർവകലാശാലകൾ 300 എണ്ണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. അതിൽ 74 എണ്ണം, ഏറ്റവും ടോപ്പ് റാങ്കിങ്ങിലെ 300 എണ്ണത്തിൽ 74 എണ്ണം ഈ കേരളത്തിലാണ്. അടച്ചങ്ങ് നമ്മൾ ആക്ഷേപിച്ച് കളയരുത്. അത് കേരളത്തിനെ അപമാനിക്കുന്നത് പോലെയായി പോവും ഇത്തരം ഒരു കാര്യത്തെ സംബന്ധിച്ച്. സാമൂഹ്യ സുരക്ഷാ പെൻഷനെ സംബന്ധിച്ച് പറയുമ്പോൾ 65 ലക്ഷം ആളുകളുടെ കൈകളിലേക്ക് അത്തരത്തിൽ ഈ പെൻഷൻ തുക എത്തുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമായി എത്തിക്കുക എന്നുള്ളൊരു കാര്യം അവിടെയുണ്ട്. ഈ അടച്ചുപൂട്ടലുണ്ടല്ലോ, നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണ് എങ്കിൽ അതെല്ലാം വിൽക്കാം എന്നുള്ള അത്തരത്തിലുള്ളൊരു സാമ്പത്തിക നയം ഉണ്ടായിരുന്നല്ലോ. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നയം അത് തന്നെയാണ് താനും.
പക്ഷെ അതിനൊരു ബദലുണ്ട് എന്നുള്ളത് നമ്മൾ കേരളത്തിൽ കാണിക്കുകയാണ്. ഒരു ആ ബദലുണ്ട്, നയമാണ്, അത് നിലപാട് കേരളമാണ്. വ്യത്യാസമാണ് ചർച്ച ചെയ്യേണ്ടതെന്ന് ശ്രീകുമാർ പറയുമ്പോൾ ഇതാണ് നയവ്യത്യാസം, അതാണ് ചർച്ച ചെയ്യേണ്ടത്. ഞാൻ ഒരു മിനിറ്റ് വീതം പെട്ടെന്ന് എടുക്കാൻ പറ്റുമോ നോക്കുകയാണ്. എൻ ശ്രീകുമാർ, നോക്കൂ, ഇത് ഈ കെ സി വേണുഗോപാലിന് ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥാനാർത്ഥികളെയൊക്കെ എല്ലായിടത്തും ഉറപ്പിച്ചു എന്നുള്ളതാണ് വാർത്തകളിൽ കാണുന്നത്. കെ സി വേണുഗോപാലിൻ്റെ പോസ്റ്ററുകൾ, തലയൊക്കെ ഉള്ള പോസ്റ്ററുകളൊക്കെ ഈ സ്ഥാനാർത്ഥികൾ ഒട്ടിച്ച് എല്ലാ മണ്ഡലങ്ങളിലും പതിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതും വാർത്തകളിൽ കാണുന്നു. ഞാൻ കൈകളിൽ വരുന്ന വാർത്തയല്ല ഉദ്ദേശിച്ചത്, മറ്റു മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധ. ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യത്തിൽ ഒരു അല്പം റിസർച്ച് ചെയ്ത് കേരളത്തെ നിയോ കേരളമാക്കാതെ നവകേരളമായി ഇതുപോലെ അങ്ങ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാനെങ്കിലും അഥവാ ഭരണം കിട്ടിയാൽ ശ്രമിക്കേണ്ടതല്ലേ? അങ്ങനെയല്ലേ പറയേണ്ടത് ജനങ്ങളോട്? ഒറ്റ മിനിറ്റ്. സമയമില്ലാത്തതുകൊണ്ട് അധികം പറയുന്നില്ല. കെ സി വേണുഗോപാലിൻ്റെ ചിത്രം അദ്ദേഹം AICC ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് ആർക്കും വെക്കാതിരിക്കാം. പണ്ട് VS അച്യുതാനന്ദൻ്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിച്ചപ്പം ആ പോസ്റ്റർ അടിച്ചതിനെ എതിർത്തവരാണ്. അവസാനം മുഖ്യമന്ത്രി സ്ഥാനം വന്നപ്പോൾ അച്യുതാനന്ദൻ ചോദിച്ചെന്താ അറിയാമോ? അച്യുതാനന്ദന് മുഖ്യമന്ത്രിയാകാൻ വേണ്ടത്ര ആരോഗ്യമില്ലെന്ന് പറഞ്ഞു പിണറായി ഗ്രൂപ്പ്. അപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞു, പോസ്റ്റർ അടിച്ച് പ്രചരണം നടത്താനുള്ള ആരോഗ്യം എനിക്ക് ഉണ്ടായിരുന്നല്ലോ എന്ന്. അത് ഓർമ്മിപ്പിക്കാൻ എനിക്കൊരു അവസരം തന്നതിന് വളരെ നന്ദിയുണ്ടില്ല. യെസ്. അപ്പോൾ എന്ത് ചോദ്യം ചോദിച്ചാലും ഡോക്ടർ സമ്പത്ത് ഇതുപോലെയുള്ള ചില ഓർമ്മകളിലേക്കാണ് എൻ ശ്രീകുമാർ പോകുന്നത്. സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അവസ്ഥയാണോ എനിക്കറിയില്ല. ഒരു 30 സെക്കൻഡിൽ താങ്കൾക്ക് ഒരു മറുപടി. ചരിത്രമല്ലേ? നമ്മൾ ഓർക്കുക നമ്മളെങ്ങനെ നമ്മളായെന്ന് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കേരളം നടന്നു വന്ന വഴികളെ സംബന്ധിച്ചും കേരളത്തെ കേരളമാക്കി മാറ്റി തീർത്തതിന് പിന്നിലുമെല്ലാം അത്തരത്തിൽ ഒരുപാട് പേരുടേതായ ചോരയും കണ്ണുനീരും ജീവിതവുമെല്ലാം ഹോമിച്ചാണ് കടന്നു വന്നത്. ഈ പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പ്രാനെന്ന് വിളിപ്പിക്കും എന്നതിൻ്റെ കൂടെ തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ പല ആളുകളെയും ജാത്യാക്ഷേപം അടക്കം നടത്തി അത്തരത്തിൽ വനിതയാണെന്നുള്ള പരിഗണന പോലും നൽകാതെയും ഒരുപക്ഷെ ജനിച്ചത് ദളിത വിഭാഗത്തിലാണ് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പേരിലും പിന്നെ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് അദ്ദേഹം സംസാരിക്കുമ്പോൾ വിക്കുള്ളത് കൊണ്ട് അദ്ദേഹം അതിനും കേട്ടല്ലോ അത്തരം കാര്യങ്ങളിൽ. അപ്പോൾ നമ്മൾ ആ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും ശ്രീ ജേക്കബ് ജോർജ്, ഈ ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ശ്രീ എൻ ശ്രീകുമാറിന് എവിടെയെങ്കിലും ഒരു 4 കമ്മ്യൂണിസ്റ്റുകാർ പുറത്തേക്ക് വന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ മെമ്പർഷിപ്പ് പുതുക്കാതെ വന്നവരുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. അല്ലല്ല, ഞാനേ എല്ലാവർക്കും കൂടി ഓർത്തിരുന്ന് ദുഃഖിക്കേണ്ട ഒരു കാര്യമുണ്ട്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ്സുകാരനാണ് പാലോട് രവി. അദ്ദേഹത്തിന് സീറ്റില്ല ലാലേ. പാലോട് രവിക്ക് സീറ്റില്ല. DCC പ്രസിഡൻ്റായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കോൺഗ്രസ്സുകാരനാണെന്ന് ഓർക്കണേ. ഇവിടെ ഞാനൊന്നും പറയുന്നില്ല അതേക്കുറിച്ച്, നമ്മൾ അതിനെ കുറ്റപ്പെടുത്തുകയല്ല. പക്ഷേ അത് സൂക്ഷിക്കണം. ജോസഫ് വാഴക്കൻ രമേശ് ചെന്നിത്തലയുടെ അടുത്ത ആളായിരുന്നു. സീറ്റില്ല ലാലേ, ജോസഫ് വാഴക്കന് സീറ്റില്ല. നമുക്ക് സങ്കടം വരായിരിക്കുമോ? അതാണ് സങ്കടം, അതാണ് പ്രയാസം. തീർച്ചയായിട്ടും ഗസ്റ്റുകളെ കിട്ടാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും വിളിക്കുന്നത് ദീപ്തി മേരി വർഗീസിനെയാണ്. കോൺഗ്രസിന്റെ ഗസ്റ്റുകളെ കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും ഞാൻ വിളിക്കുന്നത് ദീപ്തി മേരി വർഗീസിനെയാണ്. കഷ്ടം, 2 ദിവസം കൊണ്ട് എനിക്ക് വിളിക്കാൻ തോന്നുന്നില്ല. ഞാൻ അങ്ങോട്ട് സങ്കടം കേൾക്കാൻ വയ്യാത്തത് കൊണ്ട്, സങ്കടം എനിക്ക് കാണാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ വിളിച്ചില്ല. ഞാൻ കോൺഗ്രസ് നേതാക്കളെ ഈ ചർച്ചയിലേക്ക് അങ്ങനെ നേതാക്കളെ ആരെയും വിളിച്ചില്ല. എന്തായാലും പഴകുളം മധുവിന് ഏതായാലും ഒരു സീറ്റ് കിട്ടി. ഇല്ല, ഞാൻ ജാതി അധിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഇന്നൊരു വിമതൻ കരുനാഗപ്പള്ളിയിൽ പത്രിക കൊടുത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ NS നുസൂർ പറഞ്ഞത് അതേ ഇസ്ലാം മതവിശ്വാസിയും ഭാര്യ ഹിന്ദുമത വിശ്വാസിയും ആയതുകൊണ്ട് വോട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാതിരുന്നു അദ്ദേഹത്തെ എന്നാണ്. ഇതെന്ത് കോൺഗ്രസ് ആണെന്ന് ആളുകൾ ചോദിക്കുന്നു. ഞങ്ങൾ മാറിയ കോൺഗ്രസ് ആണെന്ന്, പുതിയ കോൺഗ്രസ് ആണെന്നും ഇത് ടീം UDF ആണെന്നും VD സതീശൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇത് മതിയോ 10 വർഷത്തെ പിണറായി സർക്കാരിനെ, പിണറായി വിജയനെ, ആ ടീമിനെ, ടീം പിണറായി അല്ലെങ്കിൽ ടീം LDFനെ താഴെ ഇറക്കാൻ ഇത് മതിയോ എന്നുകൂടി ഇപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് UDF എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. വളരെ നന്ദി. ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ സമ്പത്ത്, എൻ ശ്രീകുമാർ, ഒപ്പം ജേക്കബ് ജോർജ്. ന്യൂസ് അവസാനിക്കുന്നു.